ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റിന്റെ MCQ പ്രാക്ടീസിന്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. ഓക്കെ, ഇതില് നമ്മൾ ഓൾറെഡി ക്വസ്റ്റ്യൻ നമ്പർ 62 വരെ പ്രാക്ടീസ് ചെയ്തു. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 63 ഓൺവേർഡ്സ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഓരോ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോഴും എന്ത് ചെയ്യണം? ഞാൻ ചെയ്യുന്നത് നോക്കിയിരിക്കാതെ പോസ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യുക, എന്നിട്ട് മാത്രമേ ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഇപ്പൊ ക്വസ്റ്റ്യൻ നമ്പർ 62 പറയുന്നത് വിച്ച് ടു ഓഫ് ദ ഫോളോയിങ് വുഡ് ബി കീ ആസ്പെക്ട് ഓഫ് എ കമ്പനീസ് അക്കൗണ്ട്സ് റിസീവബിൾസ് ക്രെഡിറ്റ് പോളിസി. ഇവിടെ റിസീവബിൾസ് കൊടുക്കുന്ന ക്രെഡിറ്റ് പോളിസി ഇല്ലേ, ആ ക്രെഡിറ്റ് പോളിസിന്റെ റിലേറ്റ് ചെയ്യുന്ന ഇമ്പോർട്ടന്റ് ആസ്പെക്ട്സ് ഏതൊക്കെയാണ്? അങ്ങനത്തെ 4 ഓപ്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. അതിൽ 2 സെലക്ട് ചെയ്യാനാണ് റിലേറ്റിംഗ് ടു റിസീവബിൾസ് ക്രെഡിറ്റ് പോളിസി. ഓക്കെ, അപ്പൊ ആദ്യം അസസിങ് ദ ക്രെഡിറ്റ് വർത്തിനെസ്. നമ്മൾ ഈ ചാപ്റ്ററിൽ ഫസ്റ്റ് പഠിച്ചിട്ടുണ്ടായിരുന്ന ഒരു ക്രെഡിറ്റ് കൺട്രോൾ ഫംഗ്ഷൻ. നമ്മൾ ക്രെഡിറ്റ് ഗ്രാൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതെങ്ങനെ കളക്ട് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് പറയുന്ന ക്രെഡിറ്റ് കൺട്രോൾ ഫംഗ്ഷൻ ഉണ്ട്. അപ്പൊ ആ ഒരു ക്രെഡിറ്റ് കൺട്രോൾ ഫംഗ്ഷനിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കീ ആസ്പെക്ട് ഏതൊക്കെയായിരുന്നു? അതിലുള്ളതൊന്നാണ് അസസിങ് ക്രെഡിറ്റ് വർത്തിനെസ്. നമ്മൾ സെല്ല് ചെയ്യുന്നതിന് മുന്നേ, കസ്റ്റമേഴ്സിന് ക്രെഡിറ്റ് സെയിൽസ് നടത്തുന്നതിന് മുന്നേ അവരുടെ ക്രെഡിറ്റ് വർത്തിനെസ് നമ്മൾ അസസ് ചെയ്യണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു അസസ് ക്രെഡിറ്റ് വർത്തിനെസ്. ഓക്കെ, അപ്പൊ അതൊരു ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ആണ്. ഇനി അടുത്തത് ചെക്കിംഗ് ദ ക്രെഡിറ്റ് ലിമിറ്റ്സ്. ഇതും അതിലുള്ള ഒരു ആസ്പെക്ട് തന്നെയാണ്. നമ്മൾ ക്രെഡിറ്റ് സെയിൽ നടത്തുന്നതിന് മുന്നേ അവരുടെ ക്രെഡിറ്റ് ലിമിറ്റ്സ് എത്രത്തോളം യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്യണം. ഇത് വൺസ് എ ഇയർ എന്നാണ് പറയുന്നത്. അങ്ങനെയല്ല, മോർ ഫ്രീക്വന്റ്ലി ഓരോ തവണ സെയിൽ നടത്തുന്ന സമയത്ത് അവരുടെ ക്രെഡിറ്റ് ലിമിറ്റ് എത്രത്തോളം യൂട്ടിലൈസ്ഡ് ആണ് എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. അത് വൺസ് എ ഇയർ ആയതുകൊണ്ട് ഇതൊരു ആസ്പെക്ട് ആയിട്ട് പറയാൻ പറ്റില്ല. ക്രെഡിറ്റ് പോളിസിന്റെ ആസ്പെക്ട് ആയിട്ട് പറയാൻ പറ്റില്ല. നെക്സ്റ്റ്, ഇൻവോയ്സിങ് പ്രോംപ്റ്റ്ലി. കറക്റ്റ് സമയത്ത് നമ്മൾ ഇൻവോയ്സ് അയക്കണം. ആൻഡ് ഓൾസോ കളക്ടിങ് ഓവർ ഡ്യൂ ഡെപ്റ്റ്സ്. ഓക്കെ, ഇൻവോയ്സിങ് പ്രോംപ്റ്റ്ലി ആൻഡ് കളക്ടിങ് ഓവർ ഡ്യൂ ഡെപ്റ്റ്സ്. പ്രോപ്പറായിട്ട് ഇൻവോയ്സ് ചെയ്യുക, ഓവർ ഡ്യൂ ആയിട്ടുള്ള ഡെപ്റ്റ്സിനെ കളക്ട് ചെയ്യുക. ഇതൊക്കെ ഒരു റിസീവബിൾസ് ക്രെഡിറ്റ് പോളിസിന്റെ ഭാഗമാണ്, നമുക്ക് അങ്ങനെ പറയാം. ഇനി നെക്സ്റ്റ് വൺ പറയുന്നത് വിച്ച് ടു ഓഫ് ദ ഫോളോയിങ് എന്ന് പറഞ്ഞപ്പോൾ 2 നമുക്ക് ഓൾറെഡി കിട്ടി. ഡിയും കൂടെ നമുക്ക് പറയാം. ഡിലേയിങ് പേയ്മെന്റ്സ് ടു ഒബ്ടെയിൻ ഫ്രീ സോഴ്സ് ഓഫ് ഫൈനാൻസ്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദാറ്റ്? നമ്മൾ പേയ്മെന്റ്സ് നമ്മൾ കൊടുക്കാനുള്ളത് ഡിലേ ചെയ്യുന്നു. അത് ഏതാ? റിസീവബിൾസിന്റെ കേസ് അല്ല, പേയബിൾസ് ആണ്. സപ്ലയേഴ്സിന്റെ അടുത്തേക്ക് കൊടുക്കുന്ന പേയബിൾസ് നമ്മൾ, അല്ലെങ്കിൽ പേയ്മെന്റ് നമ്മൾ ഡിലേ ചെയ്യുന്നത്, വി ആർ അവൈലിംഗ് പേയബിൾസ്. അത് റിസീവബിൾസ് ക്രെഡിറ്റ് പോളിസി ആയിട്ട് ഒരു കണക്ഷനും ഇല്ലല്ലോ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അതുമല്ല. അങ്ങനെ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആൻഡ് സി ആണ്. ക്ലിയർ? അതാണ് ക്വസ്റ്റ്യൻ നമ്പർ 63. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 64ലേക്ക് നമ്മൾ പോവാണ്. ക്വസ്റ്റ്യൻ നമ്പർ 64 പറയുന്നത് വിച്ച് 3 ഓഫ് ദ ഫോളോയിങ്. ഓക്കെ, അപ്പൊ എ മുതൽ എഫ് വരെ പറഞ്ഞിട്ടുണ്ട്. അതിലെ 3 സെലക്ട് ചെയ്യാനാണ്. ഐറ്റംസ് ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ ദ കാൽക്കുലേഷൻ. അപ്പൊ എന്തൊരു കാൽക്കുലേഷനെ കുറിച്ചാണ് പറയുന്നത്? ആ കാൽക്കുലേഷനിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട 3 ഏതൊക്കെയാണെന്നാണ്. എ കമ്പനി ഈസ് പ്രിപ്പയറിംഗ് ക്യാഷ് ഫ്ലോ ഫോർകാസ്റ്റ്. നമ്മൾ ക്യാഷ് ഫ്ലോ ഫോർകാസ്റ്റ്, ഫ്യൂച്ചർ പീരീഡിലേക്കുള്ള ക്യാഷ് ഫ്ലോ ഫോർകാസ്റ്റ് പ്രിപ്പയർ ചെയ്യണം, അടുത്ത ഫൈനാൻഷ്യൽ പീരീഡിലേക്കുള്ള. ആ ക്യാഷ് ഫ്ലോ ഫോർകാസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട 3 ഐറ്റംസ് സെലക്ട് ചെയ്യാനാണ്. ആദ്യം പറയുന്നത് കോർപ്പറേഷൻ ടാക്സിന്റെ പേയ്മെന്റ്. അതായത് നമുക്കറിയാം ക്യാഷ് ഫ്ലോ ഫോർകാസ്റ്റിൽ നമ്മൾ ക്യാഷ് ഫ്ലോസ് ആണ് എഴുതേണ്ടത്. ക്യാഷ് ഇൻഫ്ലോസും ക്യാഷ് ഔട്ട്ഫ്ലോസും ആണ് റെക്കോർഡ് ചെയ്യേണ്ടത്. അല്ലാതെ ഇൻകം സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നു, SOP പ്രിപ്പയർ ചെയ്യുന്ന പോലെ ഇൻകംസ് എക്സ്പെൻസ് അല്ല, ക്യാഷ് ഫ്ലോസ് ആണ് കാണിക്കേണ്ടത്. ടാക്സ് പേയ്മെന്റ് എന്ന് പറയുന്നത് ഒരു ക്യാഷ് ഔട്ട്ഫ്ലോ ആണ്, കാണിക്കണം. ഇത് കാണിക്കണം. പിന്നെ അടുത്ത് എ ഡിവിഡൻഡ് റെസീവ്ഡ്. നമുക്ക് കിട്ടുന്ന ഡിവിഡൻഡ് എവിടുന്ന്? ഒരു ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ്. നമുക്ക് ഒരു ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റിൽ നിന്നും ഡിവിഡൻഡ് കിട്ടുന്നു. ഏതെങ്കിലും കമ്പനിയിൽ ഷോർട്ട് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാക്കും, അപ്പൊ കിട്ടുന്ന ഡിവിഡൻഡ് ഇല്ലേ, ആ ഡിവിഡൻഡ്, ദാറ്റ് ഈസ് എ ക്യാഷ് ഫ്ലോ. അത് ക്യാഷ് ഇൻഫ്ലോ ആണ്. ഓക്കെ, അപ്പൊ അതും കാണിക്കണം. അടുത്ത് ദ ലോസ് മെയ്ഡ് ഓൺ ഡിസ്പോസൽ. നമ്മൾ അസറ്റ് ഡിസ്പോസ് ചെയ്യുന്ന സമയത്ത് ആ ഡിസ്പോസൽ പ്രൊസീഡ് നമുക്ക് കിട്ടും, അതൊരു ക്യാഷ് ഇൻഫ്ലോ ആണ്. ഇവിടെ ആ ഡിസ്പോസൽ പ്രൊസീഡ് അല്ല പറഞ്ഞത്. ഡിസ്പോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ FR ചെയ്ത കാര്യം ഉണ്ടല്ലോ,
ആ അസറ്റിന്റെ ക്യാരിങ് വാല്യൂം ഡിസ്പോസൽ പ്രൊസീഡും കൂടെ കമ്പയർ ചെയ്തിട്ട് ഗെയിൻ ആണോ ലോസ് ആണോ അത് നമ്മൾ എന്ത് ചെയ്യും, SOP കാണിക്കാറില്ലേ? ആ ലോസ് നമ്മൾ എന്ത് ചെയ്യണം, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ കാണിക്കണം എന്നാണ് പറയുന്നത്. ദാറ്റ്സ് നോട്ട് കറക്റ്റ്, ബിക്കോസ് ദാറ്റ്സ് നോട്ട് എ ക്യാഷ് ഫ്ലോ. ക്യാഷ് ഫ്ലോ എന്താണ്? അസറ്റ് ഡിസ്പോസ് ചെയ്യുന്ന സമയത്ത് ഡിസ്പോസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഡിസ്പോസൽ പ്രൊസീഡ് ഉണ്ടല്ലോ, ഫുൾ എമൗണ്ട്, അതാണ് ക്യാഷ് ഇൻഫ്ലോ ആയിട്ട് കാണിക്കേണ്ടത്. അതല്ല ഇത് പറയുന്നത്. ഓക്കെ, ലോസ് ഓൺ ഡിസ്പോസൽ ഇസ് നോട്ട് എ ക്യാഷ് ഫ്ലോ, അത് SOP ആണ് കാണിക്കേണ്ടത്. ഓക്കെ, ഇനി ബാഡ് ഡെപ്റ്റ്, നമുക്ക് കിട്ടാത്ത റിസീവബിൾസ് റൈറ്റ് ഓഫ് ചെയ്യില്ലേ, അതൊരു ലോസ് ആയിട്ട് നമ്മൾ കാണിക്കുമല്ലോ. ഇറിക്കവറബിൾ ഡെപ്റ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് ലോസ് ബാഡ് ഡെപ്റ്റ് ആയിട്ട് റൈറ്റ് ഓഫ് ചെയ്യില്ലേ, അത് എന്താ? അതും ഒരു ക്യാഷ് ഫ്ലോ അല്ല. അതൊരു ക്യാഷ് ഫ്ലോ അല്ല. കിട്ടാത്തത് ക്യാഷ് ഇൻഫ്ലോ ക്യാഷ് ഔട്ട്ഫ്ലോ അങ്ങനെ ഒന്നുമല്ല. നമ്മൾ എന്താ കാണിക്കുക? റിസീവേഴ്സ് ഇങ്ങനെ കളക്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു ആ കിട്ടുന്നത് കിട്ടുന്ന പോയിന്റിൽ കാണിക്കുക, അത്രയേ ഉള്ളൂ. കിട്ടാത്തതിന് ഒരു ഇംപ്ലിക്കേഷനും ക്യാഷ് ഫ്ലോസിലില്ല, അല്ലെങ്കിൽ ക്യാഷ് ഫ്ലോ ഫോർകാസ്റ്റിംഗിൽ ഇല്ല. ഇനി അടുത്ത് ആൻഡ് ഇൻക്രീസ് ഇൻ പ്രൊവിഷൻ. പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഒരു നഷ്ടം അല്ലെങ്കിൽ ഒരു പേയ്മെന്റ് കാണുമ്പോൾ ഇപ്പോഴേ അത് ലൈബിലിറ്റി ആയിട്ട് റെക്കോർഡ് ചെയ്യുന്നതാണ്. FR നമ്മൾ പഠിച്ചാണ് പ്രൊവിഷൻ. ഈ പ്രൊവിഷൻ കൂടുന്നു, അത് കുറയുന്നു, അതിനെ റിലേറ്റ് ചെയ്തിട്ട് ഒരു ക്യാഷ് ഫ്ലോയും ഇല്ല, ക്യാഷ് ഫ്ലോ ഇമ്പാക്റ്റും ഇല്ല. അപ്പൊ അതുമല്ല. അപ്പൊ എന്തായാലും അത് മൂന്നെണ്ണത്തിൽ അടുത്ത ഓപ്ഷൻ F തന്നെ ആയിരിക്കും. F എന്താ പറയുന്നത്? ദ റെസീപ്റ്റ് ഓഫ് ഫണ്ടിങ് ഫോർ ദ പെർച്ചേസ് ഓഫ് എ ന്യൂ വെഹിക്കിൾ. ഒരു പുതിയ വെഹിക്കിൾ പെർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫണ്ട് അല്ലെങ്കിൽ ഫൈനാൻസ് ചെയ്യണം. ആ ഫൈനാൻസ് നമുക്ക് കിട്ടി, ലോൺ എടുത്തതോ എന്തോ ആയിരിക്കും, അത് കിട്ടി. അപ്പൊ അതെന്താണ്? ഒരു ക്യാഷ് ഇൻഫ്ലോ ആണ്. അതായത് ഒരു പുതിയ വെഹിക്കിൾ വാങ്ങിക്കുക എന്ന് പറയുമ്പോൾ അങ്ങോട്ടേക്ക് ഔട്ട്ഫ്ലോ ആണ്. ബട്ട് ഇതല്ല, പുതിയ വെഹിക്കിൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള പൈസ ഞാൻ ഫൈനാൻസ് ചെയ്തു, അപ്പോൾ ആ ഫൈനാൻസ് ചെയ്തത് ഇങ്ങോട്ടേക്ക് കിട്ടുമല്ലേ അത്. അപ്പൊ ഇവിടുത്തെ ആൻസർ വരുന്നത് A, B ആൻഡ് F ആണ്. ഇതാണ് 64. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 65 ആണ്. ഒരു റീറ്റെയിലർക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സെയിൽസ് എന്താ? S ആണ് സെയിൽസ്. പെർച്ചേസ് P, ഓപ്പണിംഗ് ഇൻവെന്ററി, ക്ലോസിംഗ് ഇൻവെന്ററി, ഓപ്പണിംഗ് റിസീവബിൾസ്, ഇയറിന്റെ ഓപ്പണിംഗ് റിസീവബിൾസ്, ക്ലോസിംഗ് റിസീവബിൾസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഒരു ലെറ്ററിൽ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പറയാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ്, താഴെ കുറച്ച് ഓപ്ഷൻസ് പറഞ്ഞിട്ടുണ്ട്, അതിൽ ഏതാണ് ഇസ് ദ ബെസ്റ്റ് എക്സ്പ്രഷൻ ഫോർ ദ അക്കൗണ്ട്സ് റിസീവബിൾസ് കളക്ഷൻ പീരിയഡ് at the period end. That means closing receivables കളക്ഷൻ പീരിയഡ് ആണ് ചോദിച്ചിട്ടുള്ളത്. ക്ലോസിംഗ് റിസീവബിൾസ് കളക്ഷൻ പീരിയഡ് ആണ് ചോദിച്ചിട്ടുള്ളത്. ദാറ്റ് മീൻസ് എന്താണ്? നോർമലി നമ്മൾ ആവറേജ് റിസീവബിൾസ് കളക്ഷൻ പീരിയഡ് എങ്ങനെയാ? ആവറേജ് റിസീവബിൾസ് ന്യൂമറേറ്ററിൽ, ഡിനോമിനേറ്ററിൽ ക്രെഡിറ്റ് സെയിൽസ് ഇൻറ്റു 365. ഓക്കെ, അങ്ങനെയാണ്. ബട്ട് ഇവിടെ ക്ലോസിംഗ് റിസീവബിൾ കളക്ഷൻ പീരിയഡ് ആയതുകൊണ്ട് തന്നെ ന്യൂമറേറ്ററിൽ എന്താണ്? ക്ലോസിംഗ് റിസീവബിൾസ് ആണ് എടുക്കേണ്ടത്. അപ്പോൾ ന്യൂമറേറ്ററിൽ ക്ലോസിംഗ് റിസീവബിൾസ് 6, ഡിനോമിനേറ്ററിൽ ക്രെഡിറ്റ് സെയിൽസ് അത് പറഞ്ഞിട്ടില്ല, അപ്പൊ സെയിൽസ് എടുക്കാം ബൈ S ഇൻറ്റു 365. അപ്പൊ ഏതാ ഓപ്ഷൻ? ദാറ്റ് ഓപ്ഷൻ ഇസ് ഓപ്ഷൻ C, R ഡിവൈഡ് ബൈ S ഇൻറ്റു 365. ഓക്കെ, ജസ്റ്റ് റിസീവബിൾ കളക്ഷൻ പീരിയഡിന്റെ ഇക്വേഷൻ ആണ് അവിടെ ഒരു രീതിയിൽ ടെസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ക്വസ്റ്റ്യൻ നമ്പർ 65. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 66. ഞാനിങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോകുന്നുണ്ട്, അത് അത്രയും സിമ്പിൾ ആയതുകൊണ്ടാണ് പറഞ്ഞു പോകുന്നത്. നിങ്ങൾ ഇതൊക്കെ വെറുതെ ഞാനിങ്ങനെ പറഞ്ഞു പോകുന്നത് കേൾക്കുക എന്നുള്ളതല്ല. ഇത് പ്രോപ്പറായിട്ട് ഇവിടെ പോസ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്ത് എന്നിട്ട് മാത്രം ഈ വീഡിയോ ഇങ്ങനെ റെസ്യൂം ചെയ്യാം കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 66. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് നോക്കണം, നമ്മൾ ടെർമിനോളജീസ് പറയുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ്, ഈ താഴെ പറഞ്ഞവയിൽ അല്ലാത്തതാണ് ചോദിക്കുന്നത്. അസോസിയേറ്റ് ഓവർ ട്രേഡിംഗ് ചെയ്യുന്ന കമ്പനിയായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നതല്ലാത്തത്, അസോസിയേറ്റഡ് ആയിട്ടുള്ളതല്ലാത്തത് ആണ് ചോദിക്കുന്നത്. ആൻഡ് ഇൻക്രീസ് ഇൻ കറന്റ് റേഷ്യോ. ഓവർ ട്രേഡിംഗിന്റെ ഇൻഡിക്കേറ്റേഴ്സ് നോക്കിയാൽ അറിയാം, കറന്റ് റേഷ്യോ, ക്വിക്ക് റേഷ്യോ ഒക്കെ ഫോൾ ചെയ്യാന്നതാണ്. ഓവർ ട്രേഡിംഗ് ചെയ്യുന്ന ഒരു കമ്പനി ആണെങ്കിൽ അവരുടെ കറന്റ് റേഷ്യോ, ക്വിക്ക് റേഷ്യോ ഒക്കെ ഫോൾ ചെയ്യാം, ലിക്വിഡിറ്റി പൊസിഷൻ താഴേക്ക് പോകുന്ന. ഇവിടെ ഇൻക്രീസ് എന്നാ പറഞ്ഞത്, അത് ഓവർ ട്രേഡിംഗ് ആയിട്ട് അസോസിയേറ്റ് ചെയ്യണതല്ല. ആദ്യം തന്നെ നമുക്ക് കിട്ടി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് അസോസിയേറ്റഡ് വിത്ത് ഓവർ ട്രേഡിംഗ്. ദാറ്റ് ഇസ് A. B നോക്കാം. റാപ്പിഡ് ഇൻക്രീസ് ഇൻ റവന്യൂ ആണ് ഓവർ ട്രേഡിംഗിന് ഇൻഡിക്കേറ്റർ. റാപ്പിഡ് ഇൻക്രീസ് ഇൻ വോളിയം ഓഫ് കറന്റ് അസറ്റ് ഒക്കെ പെട്ടെന്ന് കൂടുന്നു. കറന്റ് അസറ്റിന്റെ വോളിയം, ദാറ്റ് ഇസ് ഇൻവെന്ററി ഒരുപാടാവുന്നു, റിസീവബിൾസ് ഒരുപാടാവുന്നു, നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, വർക്കിംഗ് ക്യാപിറ്റലിന്റെ എഫിഷ്യൻസി മോശമാവുന്നത് കൊണ്ട് ഇൻവെന്ററിയിൽ ഒരുപാട് വരും. റിസീവബിൾസ് കളക്ഷൻ കൂടുന്നതുകൊണ്ട്
റിസീവബിൾസ് കൂടും. ഇത് കറണ്ട് അസറ്റിന്റെ എമൗണ്ട് കൂടുന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി മോസ്റ്റ് ഓഫ് ദ ഇൻക്രീസ് ഇൻ കറണ്ട് അസറ്റ് കൂടിയത് നമ്മൾ ക്രെഡിറ്റിനായിരിക്കും ഫൈനാൻസ് ചെയ്തത്. ക്രെഡിറ്റ് മീൻസ് നമ്മുടെ കറണ്ട് ലൈബിലിറ്റീസ് വെച്ചിട്ടായിരിക്കും ഫൈനാൻസ് ചെയ്തിട്ടുണ്ടാവുക മാക്സിമം. അത് ലോങ് ടേം ക്യാപിറ്റൽ കുറവ് യൂസ് ചെയ്യുന്നു, ഷോർട്ട് ടേം കൂടുതൽ യൂസ് ചെയ്യുന്നു എന്നുള്ളത് ഓവർ ട്രേഡിങ്ങിന് ഇൻഡിക്കേറ്റർ ആണ്. ഇതും ഇൻഡിക്കേറ്റർ ആണ്. അപ്പോൾ ബി സി ഡി ഓവർ ട്രേഡിംഗ് ആയിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന പോയിന്റ്സ് ആണ്. എ ആണ് അസോസിയേറ്റ് ചെയ്യാത്തത്. അതാണ് നമ്മളോട് ചോദിച്ചത്. സോ ദ ഓപ്ഷൻ ഇസ് എ. ആൻസർ ഇസ് എ. ഓക്കെ, ഇപ്പൊ 66 കഴിഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കുവാണ്. 67. Which of the following is unlikely to be one of the risk involved in increasing the account payables payment period? നമ്മുടെ പേയബിൾസിന്റെ പീരീഡ് ഉണ്ടല്ലോ, പേയബിൾസിന്റെ ഡേയ്സ്, അത് കൂടുന്നത് കൊണ്ടുള്ള റിസ്ക്, അത് കൂടുന്നത് കൊണ്ട് നമ്മൾ ഫേസ് ചെയ്യുന്ന റിസ്ക് ഉണ്ടല്ലോ, ആ റിസ്ക് ഏതാണ് എന്നാണോ ചോദിച്ചത്? പേയബിളിന്റെ ഡേയ്സ് കൂടുന്നുണ്ട്. അതായത് നമ്മുടെ സപ്ലൈസിന്റെ അടുത്ത് ഒരുപാട് ക്രെഡിറ്റ് എടുക്കുന്നു, ഇത് ഒരുപാട് ഡേയ്സിലേക്ക് ക്രെഡിറ്റ് എടുക്കുന്നത്. അങ്ങനെ കൂടുതൽ ക്രെഡിറ്റ് എടുക്കുന്നത് കൊണ്ട് നമ്മൾ ഫേസ് ചെയ്യുന്ന റിസ്ക് ഏതാണെന്നല്ല ചോദിച്ചത്, അൺലൈക്ലി എന്ന് പറയുന്ന ഒരു വേർഡ് ഉണ്ട്. അപ്പോൾ ഇതില് പലതും എന്തായിരിക്കും, ഇതിൽ പറയുന്ന പല പോയിന്റ്സും പേയബിൾസ് കൂടുന്നത് കൊണ്ടുള്ള റിസ്ക് ആയിരിക്കും. ആ റിസ്ക് അല്ലാത്തതാണ്. പേയബിൾസ് കൂടുന്ന സമയത്ത് നമ്മൾ റിസ്ക് ഫേസ് ചെയ്യുന്നുണ്ടല്ലോ. സപ്ലൈസിന്റെ പേയബിൾസിന്റെ പേയ്മെന്റ് കൂടുന്നതിന്, പീരീഡ് കൂടുന്നതിന്, പേയബിൾസിന്റെ പേയ്മെന്റ് പീരീഡ് കൂടുന്നതിനനുസരിച്ച് നമ്മൾ ഒരുപാട് സമയം എടുക്കുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന കുറച്ച് റിസ്ക് ഉണ്ട്. സപ്ലയർ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് പ്രശ്നമാകുക, അങ്ങനത്തെ കുറെ റിസ്ക് ഉണ്ട്. ആ റിസ്ക് അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ റിക്വയർമെന്റ് നല്ല രീതിയിൽ നോക്കണേ. നിങ്ങൾ സെക്ഷൻ എ ആൻഡ് ബി MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ എക്സാമിന് ചോദിക്കുന്ന സമയത്ത് റിക്വയർമെന്റ് നല്ല രീതിയിൽ മനസ്സിലാക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അവിടെയായിരിക്കും നിങ്ങളുടെ മാർക്ക് പോകുന്നത്. ഓക്കെ, റിക്വയർമെന്റ് മനസ്സിലാക്കാതെ നിങ്ങൾ ആൻസർ ചെയ്യും, ചൂസ് ചെയ്ത ആൻസർ തെറ്റായിരിക്കും. അപ്പൊ പ്രോപ്പർ ആയിട്ട് റിക്വയർമെന്റ് എന്താണ് ചോദിച്ചത് എന്നുള്ളത് ഈച്ച് വേർഡ്, ഒരു വേർഡിലായിരിക്കും അതിന്റെ അർത്ഥം മാറുന്നത്. നമ്മൾ കണ്ടെത്തേണ്ടത് മാറുന്നത് ഒരു വേർഡിലായിരിക്കും. ഇവിടുത്തെ ആ പെർട്ടിക്കുലർ വേർഡ് അൺലൈക്ലി ആണ്. അത് നോക്കിയിട്ട് വേണം നിങ്ങൾ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. നോക്കാം നമുക്ക്. ജനറലി ഇൻക്രീസിംഗ് ദ അക്കൗണ്ട്സ് പേയബിൾ പേയ്മെന്റ് പീരീഡ്, നോർമലി സപ്ലൈസിന്റെ പേയ്മെന്റ് കുറച്ച് ഡിലേ ആക്കുന്നത് സജസ്റ്റ് അഡ്വാൻറ്റേജ് ഈസ് ബീയിങ് ടേക്കൺ ഓഫ് അവൈലബിൾ ക്രെഡിറ്റ് ബട്ട് ദർ ആർ റിസ്ക് ഇൻവോൾവ്. അതായത് നമ്മൾ ആ സപ്ലയർ ഓഫർ ചെയ്യുന്ന ക്രെഡിറ്റ് എടുക്കുന്ന ഒരു സോഴ്സ് ഓഫ് ഫൈനാൻസ് ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് പേയബിൾസ് എടുക്കുന്നത് ഷോർട്ട് ടേം സോഴ്സ് ഓഫ് ഫൈനാൻസ് ആണെന്ന്. അപ്പൊ ഒരു ക്രെഡിറ്റ് എടുക്കുവാണ്, ബട്ട് അതിന് റിസ്ക് ഉണ്ട്. എന്താണ് റിസ്ക്? ആ റിസ്ക് എന്താണെന്നല്ല ചോദിച്ചത്, ആ റിസ്ക് അല്ലാത്തത് ഏതാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. കസ്റ്റമറിന്റെ ബാർഗെയിനിങ് പവർ കൂടും. വാട്ട് ഈസ് കസ്റ്റമർ? ഇവിടെ കസ്റ്റമറിന് എന്ത് കാര്യം? സപ്ലയറിന്റെ അടുത്ത് പേയബിൾസ് അവൈൽ ചെയ്യുന്നത്, പേയബിൾസിന്റെ ക്രെഡിറ്റ് എടുക്കുന്നതിൽ സപ്ലയറിന്റെ ബാർഗെയിനിങ് പവർ, അല്ലെങ്കിൽ സപ്ലയർ അല്ല കസ്റ്റമറിന്റെ ബാർഗെയിനിങ് പവർ കൂടുന്നു പറയുന്ന കസ്റ്റമറിനെ റിലേറ്റ് ചെയ്യുന്ന ഒരു ആസ്പെക്ട് ഇവിടെ റെലവെന്റേ അല്ല. അത് ഇവിടെ ഫേസ് ചെയ്യുന്ന റിസ്ക് അല്ലാത്തത് ഏതാണെന്നാണ്. ഇതിവിടെ റെലവെന്റേ അല്ല. ഈ സംഭവം ഇസ് നോട്ട് റെലവെന്റ് ടു പേയബിൾസ് പീരിയഡ്. പേയബിൾസിന്റെ പീരിയഡിനോട് ഒരു റെലവൻസും ഇല്ല ഇതിന്. ബാക്കി നോക്കാം. ലോസിംഗ് ദ സപ്ലയർ ഗുഡ് വിൽ. സപ്ലയറിന്റെ അടുത്ത് കൂടുതൽ ക്രെഡിറ്റ് എടുക്കുമ്പോൾ സപ്ലയർ ആയിട്ടുള്ള ആ ഒരു ഗുഡ് വിൽ ഇല്ലേ, സപ്ലയർ ആയിട്ട് നമ്മുടെ ആ ഒരു ഗുഡ് വിൽ അത് ലൂസ് ചെയ്യും. അത് ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. ഏത്? ദിസ് ഇസ് എ റിസ്ക് വെൻ അവൈലിംഗ് മോർ ക്രെഡിറ്റ് അല്ലെങ്കിൽ മോർ പേയബിൾസ് പേയ്മെന്റ് പീരിയഡ്. ഇനി ലോസിംഗ് പ്രോംപ്റ്റ് പേയ്മെന്റ് ഡിസ്കൗണ്ട്. കറക്റ്റ് ടൈമിന് അടച്ചു കഴിഞ്ഞാൽ കിട്ടാവുന്ന ഡിസ്കൗണ്ട് നമ്മളിടത്ത് നഷ്ടപ്പെടും. ഇതും എന്താണ്? പേയബിൾസ് എടുക്കുന്നതുകൊണ്ടുള്ള റിസ്ക് ആണ്. ഓക്കെ, അടുത്ത് സപ്ലയേഴ്സ് ഇൻക്രീസിംഗ് ദ പ്രൈസ് ടു കോമ്പൻസേറ്റ്. നമ്മൾ എത്ര ക്രെഡിറ്റ് എടുക്കുന്നോ അതിനനുസരിച്ച് സപ്ലയർ പ്രൈസ് കൂട്ടും എന്ന് പറയുന്നത് നമ്മൾ ഫേസ് ചെയ്യുന്ന റിസ്ക് ആണ്. അപ്പൊ ഈ 3 റിസ്ക് ആണ്. റിസ്ക് അല്ലാത്തത് ഏതാണ്? എ ആണ്. അപ്പൊ ആൻസർ ഏതാണ്? നമ്മളോട് അൺലൈക്ലി ടു ബി എ റിസ്ക് എന്നാണ് ചോദിച്ചത്. എ ആണ് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ MCQനെ അനലൈസ് ചെയ്യാനും കറക്റ്റ് ആൻസർ ചൂസ് ചെയ്യാനും ഉള്ള ഒരു സ്കില്ല് നിങ്ങൾക്ക് വേണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ക്ലിയർ അല്ലേ? നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. 68. വിച്ച് 2 ഓഫ് ദ ഫോളോയിങ്, താഴെ പറയുന്നതിൽ 2 സെലക്ട് ചെയ്യാനാണ്, ആർ എയിംസ് ഓഫ് JIT സിസ്റ്റം. ജസ്റ്റ് ഇൻ ടൈം സിസ്റ്റത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ജസ്റ്റ് ഇൻ ടൈം സിസ്റ്റം ഓഫ് ഇൻവെന്ററി മാനേജ്മെന്റിനെ അല്ലെങ്കിൽ ഇൻവെന്ററി കൺട്രോളിനെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെ റിലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ JITയുടെ 2 എയിമാണ്. JITയുടെ 2 എയിം സെലക്ട് ചെയ്യാനാണ് പറഞ്ഞത്. ഓക്കെ, റിഡക്ഷൻ ഇൻ ക്യാപിറ്റൽ ടൈഡ് അപ്പ് ഇൻ ഇൻവെന്ററി. ഇൻവെന്ററിയിൽ കിടക്കുന്ന ക്യാപിറ്റൽ റിഡ്യൂസ് ചെയ്യാം. JITന്റെ മെയിൻ എയിം എന്താ? ഇൻവെന്ററി ഹോൾഡ് ചെയ്യാതിരിക്കാന്നല്ലേ.
ഇൻവെന്ററി ഹോൾഡ് ചെയ്യാതിരിക്കുമ്പോൾ ഇൻവെന്ററി നമ്മൾ കീപ്പ് ചെയ്യുന്നില്ല. ഇൻവെന്ററി കീപ്പ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇൻവെന്ററി കീപ്പ് ചെയ്യുന്ന കോസ്റ്റ്, ഇൻവെന്ററി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫൈനാൻസും ചെയ്യണ്ട, അവിടെ ഇൻവെസ്റ്റ് ആയി കിടക്കുന്നില്ല. ഇൻവെസ്റ്റ് ആയി കിടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമുക്ക് സേവ് ആവില്ലേ? സേവ് ആവും. അപ്പൊ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഇൻവെന്ററിയിൽ കിടക്കുന്ന ക്യാപിറ്റൽ, ഇൻവെന്ററി ആയിട്ട് നമ്മൾ ഹോൾഡേ ചെയ്യുന്നില്ല JIT-യിൽ. അപ്പൊ ഇൻവെന്ററി ഇല്ല, അതുകൊണ്ട് അവിടെ ക്യാപിറ്റലും ഇല്ല. ആ ക്യാപിറ്റൽ റെഡ്യൂസ് ആവും എന്നാണ് പറയുന്നത്. ദിസ് ഇസ് എൻ എയിം ഓഫ് JIT സിസ്റ്റം. JIT ഇൻവെന്ററി മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ ഒരു എയിമാണ്. എന്താണ് എയിം? ഇൻവെന്ററി കീപ്പ് ചെയ്യണ്ട എന്നുള്ളത്. ഇൻവെന്ററി കീപ്പ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇൻവെന്ററിയിൽ ഇൻവെസ്റ്റ് ആയി കിടക്കുന്ന ക്യാപിറ്റൽ ഇല്ല, അത് റെഡ്യൂസ് ആവും. JIT-യിലുള്ള ഒരു എയിമാണിത്. ഈ പറയുന്നത് ക്രിയേഷൻ ഓഫ് ആൻ ഇൻഫ്ലെക്സിബിൾ പ്രൊഡക്ഷൻ പ്രോസസ്. നേരെ ഓപ്പോസിറ്റാ പറഞ്ഞത്. JIT എൻവയോൺമെന്റ് ആണെങ്കിൽ അവിടെ പ്രൊഡക്ഷൻ വളരെ ഫ്ലെക്സിബിൾ ആവണം. ഷോർട്ട് നോട്ടീസിൽ പ്രൊഡക്ഷൻ എക്സ്റ്റെൻഡ് ചെയ്യാനും പ്രൊഡക്ഷൻ കുറയ്ക്കാനൊക്കെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ എൻവയോൺമെന്റ് ആയിരിക്കണം എന്നാണ് JIT പറയുന്നത്. നേരെ ഓപ്പോസിറ്റാ പറയുന്നത്, ഇൻഫ്ലെക്സിബിൾ ആണെന്നാ പറയുന്നത്. ഇത് JIT-യിൽ പറയുന്ന ഒരു കാര്യമേ അല്ല. JIT-യിൽ ഇങ്ങനെയല്ല വേണ്ടത്. അടുത്ത്, എലിമിനേഷൻ ഓഫ് ഓൾ ആക്ടിവിറ്റീസ് പെർഫോംഡ് ദാറ്റ് ഡു നോട്ട് ആഡ് വാല്യൂ. നമ്മളിങ്ങനെ കുറെ ആക്ടിവിറ്റി ചെയ്യുന്നുണ്ടല്ലോ, ആ ആക്ടിവിറ്റിയിൽ വാല്യൂ ആഡിങ് അല്ലാതെ നമുക്ക് ബെനിഫിറ്റ് അല്ലാത്ത, ആവശ്യമില്ലാത്ത, നോട്ട് ആഡിങ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഎഫിഷ്യന്റ് ആക്ടിവിറ്റീസ് എന്ന് പറയും. നമുക്ക് ഇൻഎഫിഷ്യന്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, ബിസിനസ്സിൽ ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൊഡക്ഷനിൽ ചെയ്യുന്ന ഇൻഎഫിഷ്യന്റ് ആക്ടിവിറ്റീസ് ഇല്ലേ, അതൊക്കെ നമ്മൾ എലിമിനേറ്റ് ചെയ്യുക, ഒഴിവാക്കുക. അത് തന്നെയാ പറയുന്നത്, വേറെ രീതിയിലാന്നേ ഉള്ളൂ. JIT എൻവയോൺമെന്റ് മോഡേൺ മാനുഫാക്ചറിങ് എൻവയോൺമെന്റ് ആണ്. ഭയങ്കര അഡ്വാൻസ്ഡ് ടെക്നോളജി ആയിരിക്കണം. അവിടെ മാക്സിമം എഫിഷ്യൻസി ഉണ്ടാവണം, പ്രൊഡക്ഷൻ മാക്സിമം എഫിഷ്യന്റ് ആവണം. എന്നാലല്ലേ JIT ഒക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓർഡർ വന്ന ഉടനെ തന്നെ പ്രൊഡക്ഷൻ ഫാസ്റ്റ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ മോർ എഫിഷ്യന്റ് ആണ്. അപ്പൊ ഇൻഎഫിഷ്യന്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, ലൈക്ക് നമുക്ക് വാല്യൂ ആഡിങ് തരാത്ത എന്തെങ്കിലും ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ അതൊന്നും വെറുതെ അവിടെ വെച്ച് പൊറപ്പിക്കണ്ട, ചെയ്യണ്ട, ഒഴിവാക്കിക്കും. അത് JIT-ന്റെ ഒരു എയിം തന്നെയാണ്. ചിലപ്പോൾ ഇത് ഈ ഒരു പർട്ടിക്കുലർ സെന്റൻസ് ആദ്യമായിട്ടായിരിക്കും എങ്കിൽ നമ്മൾ നോട്ട്സിൽ കാണുന്നുണ്ടാവില്ല. ബട്ട് ഇതൊരു JIT-യുടെ എയിം ആണെന്ന് മനസ്സിലാക്കുക. ANC ഡി എന്താ? ഇനിയിപ്പോ എക്സാമിന് ഇത് കിട്ടിയില്ല എന്നുണ്ടെങ്കിലും സിയിലൊരു കൺഫ്യൂഷൻ വരും. ഡി എന്തായാലും അല്ല. ഡി വായിച്ചു നോക്കാം. ഡി എന്താണ്? ലോവറിംഗ് ഓഫ് ഇൻവെന്ററി ഓർഡറിംഗ് കോസ്റ്റ്. ഇൻവെന്ററി ഹോൾഡിംഗ് കോസ്റ്റ് എന്നല്ല. ഇൻവെന്ററി ഹോൾഡിംഗ് കോസ്റ്റ് ലോവറിംഗ് എന്ന് പറയുന്നത് JIT-യുടെ എയിം ആണ്. ഇൻവെന്ററി ഹോൾഡിംഗ് കോസ്റ്റ് ഉണ്ടാവരുത്, കുറയ്ക്കണം എന്നുള്ളത്. ബട്ട് അതല്ല പറയുന്നത്, ഇൻവെന്ററി ഓർഡറിംഗ് കോസ്റ്റാണ്. ഇൻവെന്ററി ഓർഡറിംഗ് കോസ്റ്റ് കുറയല്ല ചെയ്യുക. JIT-യിൽ നമ്മൾ ഇൻവെന്ററി ഇവിടെ ഹോൾഡ് ചെയ്യുന്നില്ല, ആവശ്യമുള്ളത് ഇങ്ങനെ കൊണ്ടുവരികയാണ്. അപ്പൊ ഓർഡർ ചെയ്യുന്നത് നമ്പർ ഓഫ് ഓർഡേഴ്സ് കൂടുതൽ തവണ ഓർഡർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓർഡറിംഗ് കോസ്റ്റ് കുറച്ച് കൂടുതലായിരിക്കും. ഓർഡറിംഗ് കോസ്റ്റ് കുറയാന്നാണ് ഈ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ഇത് JIT-ന്റെ എയിം അല്ല. അപ്പൊ ബിയും ടിയും തെറ്റായിട്ടുള്ള ഉത്തരാണെന്ന് മനസ്സിലായല്ലോ. അപ്പൊ എന്തായാലും ആൻസർ A ആൻഡ് C ആണ്. A ശരിയാണെന്ന് പറയാം. അപ്പൊ C ആണ് അടുത്തത് എന്നുള്ളത് നിങ്ങൾക്ക് എക്സാമിന് ചൂസ് ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് ഈ എന്താണ് MCQ ക്വസ്റ്റ്യൻസ് ഈ രീതിയിൽ ആൻസർ കണ്ടെത്താൻ പല ട്രിക്സും ഉണ്ട്. അപ്പൊ നിങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങളും ആ ഒരു കുറച്ച് ട്രിക്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ആൻസർ ചെയ്യാൻ കേബിൾ ആവും. ഓക്കെ, അതിലൂടെ കിട്ടണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ റിക്വയർമെന്റ് വായിക്കാം. വിച്ച് ടു ഓഫ് ദ ഫോളോയിങ് ആർ റീസൺസ് ഫോർ ഹോൾഡിംഗ് ക്യാഷ്? ഒരു ക്യാഷ് ഹോൾഡ് ചെയ്യുന്നതിന്റെ റീസൺസ് എന്തൊക്കെയാ? നമ്മൾ 3 റീസൺ പറഞ്ഞിട്ടുണ്ട്. ട്രാൻസാക്ഷൻ മോട്ടീവ്, പ്രിക്വേഷണറി മോട്ടീവ്, സ്പെക്കുലേറ്റീവ് മോട്ടീവ്. ഈ 3 മോട്ടീവ്സ് എന്നുള്ള രീതിയിലാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. ക്യാഷ് നീഡ്സ് നമ്മൾ although cash needs to be invested to earn returns. അതായത് നമ്മൾ ക്യാഷ് ആയിട്ട് കീപ്പ് ചെയ്യരുത്, ആ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് റിട്ടേൺസ് ഉണ്ടാക്കണം എന്ന് പറയാറുണ്ട്. ബട്ട് എന്നാലും നമ്മൾ എപ്പോഴും ക്യാഷ് ആയിട്ട് ഒരു സെർട്ടൈൻ എമൗണ്ട് ക്യാഷ് റെഡിലി അവൈലബിൾ ആയിട്ട് വെക്കണം. ഒരിക്കലും ക്യാഷ് സീറോ ആക്കി വെക്കണം എന്ന് പറയുന്നില്ല. ക്യാഷ് കുറച്ച് കീപ്പ് ചെയ്യണം. സർപ്ലസ് ആയിട്ടുള്ള ക്യാഷ് കീപ്പ് ചെയ്യുന്ന പറഞ്ഞത്. സർപ്ലസ് ആയിട്ട് വരുന്ന ക്യാഷിനെ വീണ്ടും ഇൻവെസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് പറയാം. അപ്പൊ കുറച്ച് ക്യാഷ് കീപ്പ് ചെയ്യണം എന്ന് പറഞ്ഞില്ലേ, അതിന്റെ റീസൺ എന്തൊക്കെയാ? മൂവ്മെന്റ് മോട്ടീവ്, ഇങ്ങനെ ഒരു മോട്ടീവ് നമ്മൾ പഠിച്ചിട്ടില്ല. ട്രാൻസാക്ഷൻ മോട്ടീവ് പഠിച്ചിട്ടുണ്ട്. പ്രിക്വേഷണറി മോട്ടീവ് പഠിച്ചിട്ടുണ്ട്. അസറ്റ് മോട്ടീവ് പഠിച്ചിട്ടില്ല. അപ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. B and C. ദാറ്റ്സ് ദ 2 റീസൺസ് ഫോർ ഹോൾഡിംഗ് ക്യാഷ്. ഓക്കെ, അത്രയേ ഉള്ളൂ 16. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 70. In which of the following areas of financial management ഏത് ഏരിയസിലാണ് will the impact of working capital management smallest?
നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ് ചെയ്യുന്നത് FM-ന്റെ ഒരു ഇമ്പോർട്ടന്റ് മൊഡ്യൂൾ ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, ഫൈനാൻസിങ് ഡിസിഷൻ, പിന്നെ വർക്കിംഗ് ക്യാപിറ്റലിന്റെ മാനേജ്മെന്റ്. ഓക്കെ, ഈ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റിന്റെ എഫക്ട് വളരെ കുറവുള്ള ഏരിയ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ആൻട്രി കമ്പനീസ് ലാർജ് ലിസ്റ്റഡ് കമ്പനി ഫൈനാൻസ്ഡ് ബൈ ബോത്ത് ഇക്വിറ്റി ആൻഡ് ഡെപ്റ്റ്. ഒരു കമ്പനിക്ക് ഇക്വിറ്റി ഉണ്ട്, ഡെപ്റ്റ് ഉണ്ട്. ഫൈനാൻസ് ചെയ്യുന്നു, ഇക്വിറ്റിന്നും ഫൈനാൻസ് ചെയ്യുന്നുണ്ട്, ഡെപ്റ്റെന്നും ഫൈനാൻസ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ആ കമ്പനിയെ കുറിച്ച് പറഞ്ഞു. ഇനി റിക്വയർമെന്റ് എന്താ? നമ്മള് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് ചെയ്യുന്നില്ലേ? അത് പെർട്ടിക്കുലർലി ഫോക്കസ് ചെയ്യുന്നത് എന്തിനാ? ഇൻവെന്ററി കീപ്പ് ചെയ്യണം, ബട്ട് കൂടാൻ പാടില്ല, സ്റ്റോക്ക് ഔട്ട് വരാത്ത രീതിയിൽ. അതാണ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് അവിടുത്തെ ഒരു ഒബ്ജക്റ്റീവ്. പിന്നെ അടുത്ത് എന്താ? റിസീവബിൾസ് ആണെങ്കിൽ റിസീവ്സ് കൊടുക്കണം, ബട്ട് അത് പ്രോപ്പറായിട്ട് കളക്ട് ചെയ്യാൻ നമുക്ക് പറ്റണം. അതാണ് അടുത്ത ഒബ്ജക്റ്റീവ്. പിന്നെ പേയബിൾസ് പ്രോപ്പർ ആണോ? അതായത് മെയിൻലി റിലേറ്റിംഗ് ടു ക്യാഷ് ഉണ്ട്, ക്യാഷ് മാനേജ്മെന്റ് ഉണ്ട്. ക്യാഷ് പ്രോപ്പറായിട്ട് ഒബ്ലിഗേഷൻസ് മീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ അടുത്ത് ഉണ്ടാവണം, അത് മീറ്റ് ചെയ്യാൻ ഉണ്ടാവണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് വർക്കിംഗ് ക്യാപിറ്റലിന്റെ എലമെന്റ്സ് ഉണ്ടല്ലോ, അതിനൊക്കെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുനടക്കണം. ലിക്വിഡിറ്റി എൻഷുർ ചെയ്യണം, പ്രോഫിറ്റബിലിറ്റി എൻഷുർ ചെയ്തിട്ട് ഒബ്ജക്റ്റീവ്സ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റിന്റെ ഇമ്പാക്ട് ഏറ്റവും കുറവ് എവിടെയെന്നാണ്? ലിക്വിഡിറ്റി മാനേജ്മെന്റ്. അതിന് വേണ്ടിയിട്ട് തന്നെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ്. ഇവിടെ ഏറ്റവും ബെസ്റ്റ് ആണ്, ഏറ്റവും ഇമ്പാക്ട് ഉണ്ട് നല്ല രീതിയിൽ. വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് പ്രൈമറിലി ഫോക്കസിംഗ് ഓൺ ലിക്വിഡിറ്റി മാനേജ്മെന്റ്. ഇൻട്രസ്റ്റ് റേറ്റ് മാനേജ്മെന്റ്, നിങ്ങൾക്ക് ഇപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് മാനേജ്മെന്റ് എന്താണെന്ന് അറിയുന്നുണ്ടാവില്ല, നമുക്കത് ഇവിടെ ഡൗട്ട് ആയിട്ട് വെക്കാം. മാനേജ്മെന്റ് ഓഫ് റിലേഷൻഷിപ്പ് വിത്ത് ബാങ്ക്. ബാങ്കുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ബാങ്കുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ബോറോയിങ്സ് ആൻഡ് ഡെപ്പോസിറ്റ് അല്ലേ? അത് വേണ്ടേ? എപ്പോഴാണോ നമുക്ക് പൈസയ്ക്ക് ഷോർട്ടേജ് വരുന്നത്, ഇൻവെന്ററി വാങ്ങിക്കാനായിരിക്കാം, കൊടുക്കാൻ ക്യാഷിന്റെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാനായിരിക്കാം, അങ്ങനെ റിസീവേഴ്സ് കൊടുത്തുകൊണ്ട് അത് കിട്ടാൻ ലേറ്റ് ആയതുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യാനൊക്കെ ആയിരിക്കാം. അപ്പൊ ഷോർട്ട് ടേമിൽ ക്യാഷ് നീഡ്സ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആരുടെ അടുത്തേക്കാ പോവാ? ബാങ്കിന്റെ അടുത്തേക്കാ. ബാങ്കിന്റെ അടുത്തേക്ക് ഉള്ള ഒരു റിലേഷൻഷിപ്പ് ഒക്കെ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് അനുസരിച്ചിരിക്കും. അല്ല, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് ആണെങ്കിൽ ക്യാഷിന് വളരെ ബുദ്ധിമുട്ട് വരും, നമ്മൾ ബാങ്കിനെ കൂടുതൽ റിലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ ബാങ്കിൽ നിന്ന് ഒരുപാട് ഓവർ ഡ്രാഫ്റ്റ് എടുക്കുന്നു, അല്ലെങ്കിൽ ഒരുപാട് ഫൈനാൻസ് എടുക്കുമ്പോൾ കോസ്റ്റ് കൂടുന്നു, അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങളൊക്കെ കമ്പയർ ചെയ്തിട്ട് കണ്ടുപിടിച്ചിട്ട് അതൊക്കെ കൺസിഡർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്രോപ്പറായിട്ട് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് ചെയ്യണം. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റിന് നല്ല ഇമ്പാക്ട് ഉള്ള ഒരു ഏരിയ ആണ് എന്ത്? ഈ ഒരു ബാങ്കുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റിന് ഇംപ്ലിക്കേഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ അതുണ്ട്. ഇനി ഡിവിഡൻഡ് പോളിസി. ഡിവിഡൻഡ് പോളിസി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ എത്ര ഡിവിഡൻഡ് കൊടുക്കുന്നു, ഷെയർ ഹോൾഡേഴ്സിന് എത്ര ഡിവിഡൻഡ് കൊടുക്കുന്നു. ഈ ഡിവിഡൻഡ് പോളിസി എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നമുക്ക് പഠിക്കാനുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ ഡിവിഡൻഡ് പോളിസി എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര ഡിവിഡൻഡ് കൊടുക്കുന്നു, അത് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് ആയിട്ട് കണക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് ആയിട്ട് കണക്ഷൻ ഉണ്ട്. ബിക്കോസ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് പ്രോപ്പർ ആകുമ്പോഴാണ് നമുക്ക് ക്യാഷ് കിട്ടുന്നത്. ഈ ക്യാഷ് എന്നായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിവിഡൻഡ് കൊടുക്കുന്നത്. ബട്ട് ഡിവിഡൻഡ് പോളിസി കംപ്ലീറ്റ്ലി വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് ബേസ് ചെയ്തിട്ടല്ല, വേറെ കുറെ കാര്യങ്ങളാണ്. നമ്മുടെ മാനേജ്മെന്റ് ഡിസൈഡ് ചെയ്യാണ് എത്ര ഡിവിഡൻഡ് കൊടുക്കണം എന്നുള്ളത്. നമ്മുടെ കമ്പനിയിൽ എത്രത്തോളം പൈസ വേണമെങ്കിൽ നമുക്ക് റീഇൻവെസ്റ്റ്മെന്റ് എങ്ങനെയാണ് വേണ്ടത്, ഡിവിഡൻഡിന്റെ പോളിസീസ് ഉണ്ട്, പല ഡിവിഡൻഡ് പോളിസീസ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ കൺസിഡർ ചെയ്യാനുണ്ട്. ഇത് നമ്മൾ ആ ചാപ്റ്റർ പഠിക്കുന്നുണ്ട്. അപ്പൊ ഡിവിഡൻഡ് പോളിസി എന്താണ്? നോട്ട് പ്രൈമറിലി ബേസ്ഡ് ഓൺ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ്. ഡിവിഡൻഡ് പോളിസി എന്ന് പറയുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് പ്രൈമറിലി വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് ഫോക്കസ് ചെയ്തിട്ടുള്ളതല്ല. അപ്പൊ അതുകൊണ്ട് അത് നമുക്ക് എന്തായിട്ട് പറയാൻ പറ്റില്ല, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് ഇമ്പാക്ട് ഉള്ളതാണെന്ന് പറയാൻ പറ്റില്ല. ഇനി ഇൻട്രസ്റ്റ് റേറ്റ് മാനേജ്മെന്റ് നമുക്ക് പഠിക്കാനുണ്ട്. ഇൻട്രസ്റ്റ് റേറ്റിന്റെ റിസ്ക് മാനേജ്മെന്റ് പഠിക്കാനുണ്ട്. ആൻഡ് ഓൾസോ ഇൻട്രസ്റ്റ് റേറ്റുകൾ നമ്മൾ നോക്കുന്ന ടേം സ്ട്രക്ചർ ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് ഈൽഡ് കർവിനെ കുറിച്ചൊക്കെ നമുക്ക് ആ ഫസ്റ്റ് തിയറി ചാപ്റ്റേഴ്സിൽ നിങ്ങൾ പഠിക്കും. അപ്പൊ അതിലൊക്കെ പറയുന്നുണ്ട് നമ്മൾ ഷോർട്ട് ടേമിലേക്ക് എടുക്കണോ അതോ ലോങ് ടേമിലേക്ക് എടുക്കണോ, എത്ര ഇൻട്രസ്റ്റ് വരും. നമുക്ക് ഫണ്ടിന്റെ ആവശ്യം വരുന്ന സമയത്ത് ഷോർട്ട് ടേമിലേക്ക് ഉള്ളതുണ്ട്, അതിനൊരു ഇൻട്രസ്റ്റ് ആണ്. ലോങ് ടേമിലേക്ക് എടുക്കാം, അതിന് ഇൻട്രസ്റ്റ് ഉണ്ട്. ആ ഇൻട്രസ്റ്റ് എങ്ങനെയൊക്കെ മാറും, ഏതൊക്കെ സെക്യൂരിറ്റീസിനാണ് ഇൻട്രസ്റ്റ് വരിക, അതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്ന ഒരു സാധനമുണ്ട്. ആ ഇൻട്രസ്റ്റ് റേറ്റ് മാനേജ്മെന്റ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റിൽ ഇമ്പാക്ട് ഉണ്ട്. നമ്മളിപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് മൊഡ്യൂൾ മൊത്തം പഠിച്ചപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റിനെ കുറിച്ചൊന്നും അങ്ങനെ പഠിച്ചിട്ടില്ല. ബട്ട് ഇൻട്രസ്റ്റ് റേറ്റ് മാനേജ്മെന്റ് പഠിക്കുന്നുണ്ട്. അവിടെ നിങ്ങൾ പഠിക്കുന്നുണ്ട് ഫണ്ട് റേസ് ചെയ്യുന്ന സമയത്ത് ഇൻട്രസ്റ്റ് റേറ്റ് നോക്കണം. ഈ ഇൻട്രസ്റ്റിന്റെ റേറ്റ് ആണല്ലോ നമ്മുടെ കോസ്റ്റ്. അപ്പൊ അതൊക്കെ നോക്കിയിട്ട് വേണം ഫണ്ട് ലോണൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഷോർട്ട് ടേമിലേക്ക് ഫണ്ടിന്റെ ആവശ്യം വന്നു കഴിഞ്ഞാൽ ലോൺ എടുക്കുമല്ലോ. ലോൺ എടുക്കുമ്പോൾ നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റ് നോക്കുന്നുണ്ട്. അപ്പൊ ഇൻട്രസ്റ്റ് റേറ്റ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് എത്രത്തോളം ഉണ്ട് അതിനനുസരിച്ച് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റിൽ ഇൻട്രസ്റ്റ് റേറ്റിന് ഇംപ്ലിക്കേഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റിന്റെ ഇമ്പാക്ട് ലീസ്റ്റ് ഉള്ളത് ഏതാണ്?
ഡിവിഡൻഡ് പോളിസിയാണ്. ഇവിടുത്തെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇതാണ് ക്വസ്റ്റ്യൻ നമ്പർ 70യുടെ ആൻസർ വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 71. ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. നോക്കാം നമുക്ക്. ഇൻ റിലേഷൻ ടു ഫിനിഷ്ഡ് ഗുഡ്സ് ഇൻവെന്ററി, ഫിനിഷ്ഡ് ഗുഡ്സിന്റെ ഇൻവെന്ററി റിലേറ്റ് ചെയ്തിട്ട് 360 ഡേ ആണെന്ന് അസ്യൂം ചെയ്യണം. ഹൗ മച്ച് ഫൈനാൻസ് വിൽ ബി നീഡഡ് ഫ്രം ഓവർ ഡ്രാഫ്റ്റ്. ഓവർ ഡ്രാഫ്റ്റ് എന്ന്, അതായത് ഇൻവെന്ററി കീപ്പ് ചെയ്യാന്ന് പറയുമ്പോൾ അത് നമ്മൾ ഫൈനാൻസ് ചെയ്യണം. അപ്പൊ ഇൻവെന്ററി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓവർ ഡ്രാഫ്റ്റ് എത്ര ഫൈനാൻസ് ചെയ്യണം, അതാണ് ചോദ്യം. അപ്പൊ ഇൻവെന്ററി എങ്ങനെ ഹോൾഡ് ചെയ്യുന്നു, എത്ര ഇൻവെന്ററി ഹോൾഡ് ചെയ്യുന്നു, അതൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ക്രാക്ക് കമ്പനി ഹാസ് സെയിൽസ് ഓഫ് 200 million, ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ ഓഫ് 60. അപ്പൊ ഗ്രോസ് പ്രോഫിറ്റ് 40%. ഗ്രോസ് പ്രോഫിറ്റ് 40% ആണെങ്കിൽ കോസ്റ്റ് ഓഫ് സെയിൽസ് എത്രയായിരിക്കും? കോസ്റ്റ് ഓഫ് സെയിൽസ് 60% ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ സെയിൽസ് തന്നിട്ടുണ്ട് 200. കോസ്റ്റ് ഓഫ് സെയിൽസ് എത്രയായിരിക്കും? 200 ഇൻറ്റു 60%. 200 ഇൻറ്റു 60%, 120 ആണ് കോസ്റ്റ് ഓഫ് സെയിൽസ് വരുന്നത്. ഓക്കെ, ഇനി ഇൻവെന്ററിയുടെ ഹോൾഡിംഗ് പീരീഡ് തന്നിട്ടുണ്ട്. ഇൻവെന്ററിയുടെ ഹോൾഡിംഗ് പീരീഡ് എങ്ങനെ തന്നത് നോക്ക്. നമുക്ക് നോർമലി ഒരു ആവറേജ് ഇൻവെന്ററി ഹോൾഡിംഗ് പീരീഡ് അല്ലേ തരാറ്. ഇത് അങ്ങനെയല്ല. ഇൻവെന്ററി ഹോൾഡിംഗ് പീരീഡിന്റെ മിനിമം എന്തായാലും നമ്മൾ 90 ഡേയ്സ് എന്തായാലും ഇൻവെന്ററി ഹോൾഡ് ചെയ്യുന്നുണ്ട്. മാക്സിമം നമ്മൾ ഹോൾഡ് ചെയ്യുന്നത് എത്രയാ? 120. ഓക്കെ, ഇൻവെന്ററിയുടെ ഹോൾഡിംഗ് പീരീഡ് തന്നിട്ടുണ്ട്. അതെങ്ങനെയൊക്കെ തന്നിട്ടുള്ളത്? മിനിമം ഡേയ്സ് പറഞ്ഞിട്ടുണ്ട്. മാക്സിമം നമ്മൾ എത്ര ടൈം ഹോൾഡ് ചെയ്യുന്നു മാക്സിമം ഡേയ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മിനിമം ഡേയ്സ് പറയുന്നത് 90 ഡേയ്സ്. അപ്പൊ 90 ഡേയ്സ് എന്തായാലും നമ്മൾ ഇൻവെന്ററി 90 ഡേയ്സ് എന്തായാലും ഹോൾഡ് ചെയ്യുന്നുണ്ട്. മാക്സിമം നമ്മൾ എത്ര ഹോൾഡ് ചെയ്യുന്നുണ്ട്? 120 ഡേയ്സ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഈ ഡേയ്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇൻവെന്ററി കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഇവിടത്തെയും ഇൻവെന്ററി കണ്ടുപിടിക്കണം. രണ്ട് കേസിലെയും ഇൻവെന്ററി കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കുക? ഡേയ്സ് വന്നു കഴിഞ്ഞാൽ ഇൻവെന്ററി ഹോൾഡിംഗ് പീരീഡിൽ എന്താണ് ഇക്വേഷൻ? ഇൻവെന്ററി ഹോൾഡിംഗ് പീരീഡിന്റെ ഇക്വേഷൻ വരുന്നത് ഇൻവെന്ററി ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഓഫ് സെയിൽസ് ഇൻറ്റു 365 അല്ല 360 ആണ് ഇവിടെ യൂസ് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് എന്താണ്? ഹോൾഡിംഗ് പീരീഡ് തന്നിട്ടുണ്ട്, ഇൻവെന്ററി കണ്ടുപിടിക്കണം. അതിനെന്താ ഇക്വേഷൻ? എത്രയേ ഉള്ളൂ? കോസ്റ്റ് ഓഫ് സെയിൽസ് ഇൻറ്റു ഇൻവെന്ററി ഡേയ്സ് ഡിവൈഡ് ബൈ 360. ഈ രീതിയിൽ ഇവിടുത്തെ കോസ്റ്റ് ഓഫ് സെയിൽസ് വരുന്നത് 120 ആണ്. ഇൻറ്റു ഞാൻ എന്താ പറയുന്നത്? മിനിമം എന്തായാലും നമ്മൾ 90 ഡേയ്സ് ഹോൾഡ് ചെയ്യണം എന്നല്ലേ? മിനിമം നമ്മൾ 90 ഡേയ്സ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. പിന്നെ മാക്സിമം ആയിട്ട് നമ്മൾ ഒരു 120 ദിവസം വരെ ഹോൾഡ് ചെയ്യാം. അപ്പൊ നമുക്ക് മിനിമം ഇൻവെന്ററി കണ്ടുപിടിക്കണം. ഇതെന്താണ്? ഈ 90 ഡേയ്സ് വെച്ച് കണ്ടുപിടിക്കുന്ന ഇൻവെന്ററി എന്താ? മിനിമം ഇൻവെന്ററിയാ. 120 ഡേയ്സ് വെച്ച് കണ്ടുപിടിക്കുന്നതോ നമ്മൾ ഹോൾഡ് ചെയ്യുന്ന മാക്സിമം ഇൻവെന്ററിയാ. മിനിമം എന്തായാലും ഹോൾഡ് ചെയ്യുന്ന ഇൻവെന്ററി, പിന്നെ മാക്സിമം ഹോൾഡ് ചെയ്യുന്ന ഇൻവെന്ററി. ഓക്കെ, അപ്പൊ മിനിമം ഇൻവെന്ററി കണ്ടുപിടിക്കാൻ കോസ്റ്റ് ഓഫ് സെയിൽസ് 120 ഇൻറ്റു മിനിമം ഡേയ്സ് എത്രയാ? മിനിമം ഡേയ്സ് 90 ഡിവൈഡ് ബൈ 360. മിനിമം ഇൻവെന്ററി എത്രയാ? 120 ഇൻറ്റു 90 ഡിവൈഡഡ് ബൈ 360. ദാറ്റ് ഈസ് 30 million. 30 million ആണ് മിനിമം ഇൻവെന്ററി. ഇനി മാക്സിമം ഇൻവെന്ററി എത്ര ആയിരിക്കും? സെയിം കോസ്റ്റ് ഓഫ് സെയിൽസ് ഇൻറ്റു 120 ഡേയ്സ് ഡിവൈഡഡ് ബൈ 360. എത്ര വരും? 120 ഡേയ്സ് ഡിവൈഡഡ് ബൈ 360. 120 ഇൻറ്റു 120 ഡിവൈഡഡ് ബൈ 360. ദാറ്റ് ഈസ് 40 million. That is the maximum inventory. ഓക്കെ, ഇൻവെന്ററിയിലെ ഒരു മിനിമം പാർട്ടാണ്. ഇൻവെന്ററിയിലെ മിനിമം പാർട്ടാണ് 30. മാക്സിമം ഇൻവെന്ററി, നമ്മൾ ഹോൾഡ് ചെയ്യുന്ന മാക്സിമം ഇൻവെന്ററി എത്രയാ? 40. ഓക്കെ, നമ്മുടെ മാക്സിമം ഇൻവെന്ററി 40, മിനിമം ഇൻവെന്ററി 30. നമ്മൾ വർക്കിംഗ് ക്യാപിറ്റലിന്റെ ഫൈനാൻസിങ് പോളിസി ഉണ്ടല്ലോ, നമ്മൾ കറണ്ട് അസറ്റിനെ എങ്ങനെ ഫൈനാൻസ് ചെയ്യുന്നു അത് പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കറണ്ട് അസറ്റിന് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. കറണ്ട് അസറ്റിൽ ഒരു മിനിമം പാർട്ട് ഉണ്ട്. എന്താണ്?
കറണ്ട് അസറ്റ്സിൽ ഒരു മിനിമം പാർട്ട് ഉണ്ട്. ഓക്കെ, ആ മിനിമം പാർട്ടിന് നമ്മൾ പറയുന്ന പേരാണ് പെർമനന്റ് കറണ്ട് അസറ്റ്. ഓക്കെ, പിന്നെ എബവ് ദ മിനിമം പാർട്ട്. ഓക്കെ, എബവ് ദ മിനിമം ലെവൽ. കറണ്ട് അസറ്റിൽ ഒരു മിനിമം ലെവൽ ഉണ്ട്, അതിനെയാണ് പെർമനന്റ് കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്നത്. എബവ് ദ മിനിമം ലെവലിന്റെ എബവ് ഉള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്ലക്ച്വേറ്റിംഗ് കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഫ്ലക്ച്വേറ്റിംഗ് കറണ്ട് അസറ്റ്സ് ഷോർട്ട് ടേം ആണ്. ഫ്ലക്ച്വേറ്റിംഗ് കറണ്ട് അസറ്റ്സ് ആണ് റിയലി ഷോർട്ട് ടേം. പെർമനന്റ് കറണ്ട് അസറ്റ് എന്താണ്? ലോങ് ടേം ആണ്. ഇതിനെ ഫൈനാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് നമ്മൾ ചെയ്യുക? പെർമനന്റ് കറണ്ട് അസറ്റിനെ ലോങ് ടേം സോഴ്സ് വെച്ച് ഫൈനാൻസ് ചെയ്യും, ഫ്ലക്ച്വേറ്റിംഗ് കറണ്ട് അസറ്റിനെ ഷോർട്ട് ടേം സോഴ്സ് വെച്ച് ഫൈനാൻസ് ചെയ്യും. ഇവിടുത്തെ മിനിമം ലെവൽ എത്രയാ? ഇവിടുത്തെ മിനിമം ലെവൽ ഇസ് ഈക്വൽ ടു, ഇവിടുത്തെ മിനിമം ലെവൽ എന്ന് പറയുന്നത് 30 മില്യൺ ആണ്. മാക്സിമം ലെവൽ എത്രയാ? മാക്സിമം ലെവൽ 40 മില്യൺ. അതായത് ഫ്ലക്ച്വേറ്റിംഗ് പാർട്ട് എത്രയാ? മാക്സിമം ഇൻവെന്ററി 40 ആണ് നമ്മൾ മാക്സിമം ഹോൾഡ് ചെയ്യുന്ന ഇൻവെന്ററി. അതിലെ 30 എന്ന് പറയുന്നത് എപ്പോഴും ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ 30 ആണ് പെർമനന്റ് ഇൻവെന്ററി. പെർമനന്റ് കറണ്ട് അസറ്റ് എത്രയാ? ഈ കറണ്ട് അസറ്റിലെ പെർമനന്റ് കറണ്ട് അസറ്റ് 30 ആണ്. പെർമനന്റ് കറണ്ട് അസറ്റ് 30 ആണ്. അതിന്റെ എബവ് ഉള്ളതാണ്. അതായത് 10 മില്യൺ ഉണ്ടല്ലോ, 40 മൈനസ് 30, 10 മില്യൺ ഇല്ലേ? ഈ 10 മില്യൺ ആണ് എന്ത്? ഫ്ലക്ച്വേറ്റിംഗ് കറണ്ട് അസറ്റ്. 30 മില്യൺ പെർമനന്റ് കറണ്ട് അസറ്റ്, 30 മില്യൺ പെർമനന്റ് കറണ്ട് അസറ്റ്, 10 മില്യൺ അല്ലല്ല, അതിന്റെ എബവ്. മിനിമം 30, അതിന്റെ 40, അതിന്റെ എബവ് ഉള്ള ലെവലില്ലേ? അതാണ് ഫ്ലക്ച്വേറ്റിംഗ് കറണ്ട് അസറ്റ്. അപ്പൊ ഇവിടെ കറണ്ട് അസറ്റ്, അതായത് ഇൻവെന്ററി ഇല്ലേ? ഇൻവെന്ററിയുടെ 2 ഡേയ്സ് പറഞ്ഞിട്ടുണ്ട്. മിനിമം ഡേയ്സ് ഉണ്ട്, മാക്സിമം ഡേയ്സ് ഉണ്ട്. മിനിമം ഡേയ്സ് വെച്ചിട്ട് നമ്മൾ ഒരു ഇൻവെന്ററി ലെവൽ കണ്ടുപിടിച്ചു, അതാണ് മിനിമം ഇൻവെന്ററി ലെവൽ. മാക്സിമം ഡേയ്സ് വെച്ചിട്ട് നമ്മുടെ മാക്സിമം ഇൻവെന്ററി ലെവൽ. അപ്പം കിട്ടി മാക്സിമം ഇൻവെന്ററി ലെവൽ 40 മില്യൺ ആണ്, മിനിമം ഇൻവെന്ററി ലെവൽ 30 മില്യൺ ആണ്. ഈ 30 മില്യൺ മിനിമം പാർട്ട് അത് എപ്പോഴും ഉണ്ടാവും. അപ്പൊ അതാണ് പെർമനന്റ് കറണ്ട് അസറ്റ്. ആ 30 ആണ് പെർമനന്റ് കറണ്ട് അസറ്റ്. അതിന്റെ എബവ് ഉള്ള, അതിന്റെ എക്സസ് ഉള്ള 10 മില്യൺ ആണ് ഫ്ലക്ച്വേറ്റിംഗ്. ഓക്കെ, അപ്പോൾ ഫ്ലക്ച്വേറ്റിങ്ങിനെ നമ്മൾ ഷോർട്ട് ടേം സോഴ്സസ് ആണ്, ഷോർട്ട് ടേം സോഴ്സസ് വെച്ച് ഫൈനാൻസ് ചെയ്യണം. ലോങ് ടേമിനെ നമ്മൾ ലോങ് ടേം സോഴ്സസ് വെച്ച് ഫൈനാൻസ് ചെയ്യണം. ലൈക്ക് ഇക്വിറ്റി, ഡെപ്റ്റ്, ഇത് ഷോർട്ട് ടേം ആയിട്ടുള്ള ഓവർ ഡ്രാഫ്റ്റ്, ട്രേഡ് പേയബിൾസ് അങ്ങനെയൊക്കെ വെച്ചിട്ട് ഫൈനാൻസ് ചെയ്യണം. അപ്പൊ നമുക്ക് നോക്കാം ഇവിടെ എന്താ ചോദിച്ചത്. ഇൻവെന്ററി ഹോൾഡിംഗ് പീരീഡ് പറഞ്ഞിട്ടുണ്ട്. ഓൾ പർച്ചേസസ് ആൻഡ് സെയിൽസ്, നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സെയിൽസ് ഒക്കെ ക്യാഷ് ബേസിസ് ആണ്, ക്യാഷിലാണ്. റോ മെറ്റീരിയലിന്റെ ഇൻവെന്ററി ഇല്ല, വർക്ക് ഇൻ പ്രോഗ്രസിന്റെ ഇൻവെന്ററി ഇല്ല. ക്രാക്ക് കമ്പനി ഇന്റൻസ് ടു ഫൈനാൻസ് പെർമനന്റ് കറണ്ട് അസറ്റ്. ഇത് ഇവിടുത്തെ പെർമനന്റ് കറണ്ട് അസറ്റ് എത്രയാ? 10 മില്യൺ ആണ് പെർമനന്റ് കറണ്ട് അസറ്റ്. അത് ഇക്വിറ്റി വെച്ചിട്ടാണ്, ഇത് ലോങ് ടേം ഇക്വിറ്റി വെച്ചാണ് ഫൈനാൻസ് ചെയ്യുന്നത്. ഫ്ലക്ച്വേറ്റിംഗ് കറണ്ട് അസറ്റ് ഇല്ലേ? ഫ്ലക്ച്വേറ്റിംഗ് കറണ്ട് അസറ്റ് ഓവർ ഡ്രാഫ്റ്റ് വെച്ചാണ് ഫൈനാൻസ് ചെയ്യുന്നത്. ഫ്ലക്ച്വേറ്റിംഗ് കറണ്ട് അസറ്റിനെ ഓവർ ഡ്രാഫ്റ്റ് വെച്ചിട്ട്. ഇവിടുത്തെ ഫ്ലക്ച്വേറ്റിംഗ് കറണ്ട് അസറ്റ് എത്രയാ? ഇല്ല, പെർമനന്റ് 10 അല്ല, പെർമനന്റ് 30. പെർമനന്റ് കറണ്ട് അസറ്റ് എത്രയാ? 30. അതല്ലേ എപ്പോഴും ഉണ്ടാവുന്ന കറണ്ട് അസറ്റ് എത്രയാ? 30. അതിനെ ഇക്വിറ്റി വെച്ച് ഫൈനാൻസ് ചെയ്യണം. ഫ്ലക്ച്വേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ആ മിനിമം പാർട്ടിന്റെ എബവ് ഉള്ളതാണ് ഫ്ലക്ച്വേറ്റിംഗ്, ദാറ്റ് ഇസ് 10 മില്യൺ. ആ 10 മില്യൺ ഓവർ ഡ്രാഫ്റ്റ് വെച്ച് ഫൈനാൻസ് ചെയ്യണം. ഇവിടെ നമ്മളോട് ചോദിച്ച റിക്വയർമെന്റ് എന്താ? ഹൗ മച്ച് ഫൈനാൻസ് വിൽ ബി നീഡഡ് ഫ്രം ഓവർ ഡ്രാഫ്റ്റ്. ഈ കമ്പനി ഓവർ ഡ്രാഫ്റ്റിന് എത്ര ഫൈനാൻസ് ചെയ്യണം? ഓവർ ഡ്രാഫ്റ്റിന് ഏതാ ഫൈനാൻസ് ചെയ്യേണ്ടത്? പെർമനന്റ് പാർട്ട് അല്ല, ആ പെർമനന്റ് ആയിട്ട് എപ്പോഴും ഉണ്ടാവുന്ന ഇൻവെന്ററി ഇല്ലേ 30, അത് നമ്മൾ ലോങ് ടേം സോഴ്സ് ആയിട്ടുള്ള ഇക്വിറ്റി വെച്ച് ഫൈനാൻസ് ചെയ്യണം. ആ ഫ്ലക്ച്വേറ്റിംഗ് പാർട്ട് ഉണ്ടല്ലോ, ആ ഒരു 10, 30യുടെ എബവ് ഉള്ള 40ന്റെ 10, ആ 10 ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഓവർ ഡ്രാഫ്റ്റ് ഫൈനാൻസ് ചെയ്യേണ്ടത്. അപ്പൊ ആൻസർ ഇസ് 10 മില്യൺ. കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. നിങ്ങൾക്ക് നല്ല കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒന്ന് പൗസ് ചെയ്തിട്ട് ഒന്ന് ബാക്കിലേക്ക് ഒന്ന് സീക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വീണ്ടും വാച്ച് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ മനസ്സിലാവും. ഓക്കെ, അപ്പൊ അത് ആ രീതിയിൽ തന്നെ നോക്കാം. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ 72 നോക്കാം. 72ല് indicate by clicking in the relevant boxes whether each of the following items will increase, decrease or not change. വർക്കിംഗ് ക്യാപിറ്റലിന്റെ ഫൈനാൻസിങ് പോളിസി ഇല്ലേ, അതിലൊരു ചേഞ്ച് പറയാണ്. ഫൈനാൻസിങ് പോളിസി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ എങ്ങനെ ഫൈനാൻസ് ചെയ്യുന്നു, ഷോർട്ട് ടേം ഉപയോഗിക്കുന്നു, ലോങ് ടേം ഉപയോഗിക്കുന്നു എന്ന് പറയുന്നതിനെയാണ് ഫൈനാൻസിങ് പോളിസി എന്ന് പറയുന്നത്. അതിൽ പല അപ്രോച്ച് ഉണ്ട്. ഓക്കെ, ശ്രദ്ധിക്കുക. പോപ്പ് കമ്പനി ഇസ് സ്വിച്ചിങ് ഫ്രം യൂസിങ് ലോങ് ടേം ഫൈനാൻസ്. ലോങ് ടേമിൽ ഫിക്സഡ് റേറ്റ് ഫൈനാൻസ് ആണ്. ഫിക്സഡ് റേറ്റ് എന്താണ്?
നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ്ഡ് ആയിരിക്കുന്ന. ലോങ് ടേമിലേക്കാണ് അതിന് ആ ബാങ്ക് പറയുന്ന ലോങ് ടേം ഫൈനാൻസിൽ പറയുന്ന ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടായിരിക്കില്ലേ, ആ ഇൻട്രസ്റ്റ് റേറ്റ് മാറൂല, ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റ്. നമ്മുടെ എക്കണോമിയിൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്താ? നമ്മുടെ എക്കണോമിയിൽ ഇൻട്രസ്റ്റ് റേറ്റ് എപ്പോഴും മാറിക്കളിക്കും. മാർക്കറ്റിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടല്ലോ, അതിങ്ങനെ മാറിക്കളിക്കും. ഇൻഫ്ലേഷന്റെ റേറ്റ് ഒക്കെ മാറുന്നതിനനുസരിച്ച് എന്താണ് ഇൻട്രസ്റ്റ് റേറ്റ് മാറും. അത് നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റ് റിസ്കിൽ പഠിക്കുന്നുണ്ട്. ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ മാറും. അപ്പൊ ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റിന്റെ ലോൺ ആണെങ്കിലോ, ആ ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റ് ലോൺ ആണെങ്കിൽ അവിടെ ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ്ഡാ. ആ ലോണിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഫസ്റ്റ് ഞാൻ ലോൺ എടുക്കുന്ന സമയത്ത് ഒരു ഇൻട്രസ്റ്റ് പറയില്ലേ, ആ ഇൻട്രസ്റ്റ് തന്നെ ആയിരിക്കും എപ്പോ. മാർക്കറ്റിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയാലും ഇത് തന്നെ, മാർക്കറ്റിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞാലും ഈ ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റ് തന്നെയാണ്. അപ്പൊ ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ള ലോങ് ടേം ഫൈനാൻസ് ആയിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മെയിൻലി യൂസ് ചെയ്തത് ലോങ് ടേം ഫൈനാൻസ് ആണ്, ലോങ് ടേം സോഴ്സസ് ആണ് കേട്ടോ, ലോങ് ടേം സോഴ്സ് ആണ്. വർക്കിംഗ് ക്യാപിറ്റൽ ഫണ്ട് ചെയ്യാൻ ലോങ് ടേം ആയിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഏത് പോളിസി ആയിരുന്നു? വർക്കിംഗ് ക്യാപിറ്റൽ ഫണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ലോങ് ടേം കൂടുതൽ യൂസ് ചെയ്യുന്നു, റിസ്ക് എടുക്കുന്നില്ലല്ലോ. അതായത് കൺസർവേറ്റീവ് ആയിരുന്നു. ഏതില്? റീഫൈനാൻസ് റിസ്കില് കൺസർവേറ്റീവ് പോളിസി ആയിരുന്നു. അതിന്ന് എങ്ങോട്ടേക്ക് സ്വിച്ച് ചെയ്യാണെന്നാ പറഞ്ഞത്. എങ്ങോട്ടേക്ക്? ഷോർട്ട് ടേം യൂസ് ചെയ്യാൻ പോവാ. എങ്ങോട്ടേക്ക്? ഷോർട്ട് ടേം യൂസ് ചെയ്യാണ്, ഷോർട്ട് ടേം ഫൈനാൻസ് യൂസ് ചെയ്യാണ്. അത് വേരിയബിൾ റേറ്റില്. വേരിയബിൾ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ലോങ് ടേം ഫൈനാൻസിൽ നിന്നും കൂടുതൽ ലോങ് ടേം യൂസ് ചെയ്യായിരുന്നു, കൺസർവേറ്റീവ് അപ്രോച്ച്. അതിന്ന് ഷോർട്ട് ടേം യൂസ് ചെയ്യാൻ പോവാണ് ഇനി. അതായത് കൺസർവേറ്റീവ് അഗ്രസീവിലേക്ക് ഫൈനാൻസിങ് പോളിസി മാറുകയാണ്. അറ്റ് ദ സെയിം ടൈം ആദ്യം ഫിക്സഡ് റേറ്റ് ആയിരുന്നു ഫൈനാൻസ് എടുത്തത്, ഫിക്സഡ് റേറ്റിനായിരുന്നു. മാർക്കറ്റിലെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയാലും കുറഞ്ഞാലും നമ്മുടെ ഫൈനാൻസിന്റെ മുകളിൽ ഇൻട്രസ്റ്റ് സെയിം അടച്ചാൽ മതി. ഇനി അത് മാറ്റിയിട്ട് എന്താണ്? വേരിയബിൾ ഇൻട്രസ്റ്റ് റേറ്റ് ആക്കണം. വേരിയബിൾ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? മാർക്കറ്റിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുമ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റ് അടക്കണം, മാർക്കറ്റിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയുമ്പോൾ കുറവ് ഇൻട്രസ്റ്റ് റേറ്റ് അടിച്ചാൽ മതി. മാർക്കറ്റിന്റെ ഇൻട്രസ്റ്റ് റേറ്റിനനുസരിച്ചാണ് നമ്മൾ ഇൻട്രസ്റ്റ് അടക്കേണ്ടത്. ഫിക്സഡ് വേരിയബിളിലേക്കും ഫിക്സഡ് റേറ്റിൽ നിന്നും വേരിയബിൾ റേറ്റിലേക്ക് മാറുന്നുണ്ട്. ആൻഡ് ഓൾസോ നമ്മൾ ലോങ് ടേം യൂസ് ചെയ്യുന്നത് ഷോർട്ട് ടേമിലേക്ക് മാറുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ ചേഞ്ച് വരുന്നത്. ഓക്കെ, ഇതാണ് ഇവിടുത്തെ ചേഞ്ച് വരുന്നത്. ഈ ചേഞ്ച് കാരണം ഏതൊക്കെ കാര്യങ്ങൾ മാറുന്നുള്ളതാ? ഫൈനാൻസ് കോസ്റ്റ് എന്താകും? ഫൈനാൻസ് കോസ്റ്റ് ലോങ് ടേമിന്ന് ഷോർട്ട് ടേമിലേക്കല്ലേ? ലോങ് ടേമിന് ഫൈനാൻസ് കോസ്റ്റ് കൂടുതലാണ്. ഷോർട്ട് ടേം ആണല്ലോ യൂസ് ചെയ്യുന്നത്. അപ്പൊ ലോങ് ടേമിൽ നിന്ന് ഷോർട്ട് ടേമിലേക്ക് സ്വിച്ച് ചെയ്യുന്ന സമയത്ത് ഫൈനാൻസ് കോസ്റ്റ് കുറയും. അപ്പൊ ഫൈനാൻസ് കോസ്റ്റ് ഡിക്രീസ് ആണ്. എന്തുകൊണ്ടാ? ലോങ് ടേമിൽ നിന്ന് ഷോർട്ട് ടേമിലേക്കാണ്. ഫിക്സഡ് റേറ്റ് വേരിയബിൾ റേറ്റ് എന്ന് നോക്കണ്ട, അത് മാർക്കറ്റിനനുസരിച്ച് മാറോ ഇല്ലേ എന്നുള്ളതാണ്. ലോങ് ടേമിന് ഒരു ഇൻട്രസ്റ്റ് റേറ്റ് പറയില്ലേ, ലോങ് ടേമിന് ഇൻട്രസ്റ്റ് റേറ്റും അതിന്റെ ഇഷ്യൂ കോസ്റ്റ് എല്ലാം കൂടെ കൂട്ടിയിട്ട് ലോങ് ടേമിന് കോസ്റ്റ് കൂടുതലാണ്, ഷോർട്ട് ടേമിന് കോസ്റ്റ് കുറവാണ്. അപ്പൊ ഫൈനാൻസ് കോസ്റ്റ് നോക്കുന്ന സമയത്ത് ഈ ചേഞ്ച് കാരണം ഫൈനാൻസ് കോസ്റ്റ് കുറയും. റീഫൈനാൻസ് റിസ്കോ? ലോങ് ടേമിൽ നിന്ന് ഷോർട്ട് ടേമിലേക്കല്ലേ പോകുന്നത്. ലോങ് ടേമിൽ നിന്ന് ഷോർട്ട് ടേമിലേക്ക് പോകുമ്പോൾ ലോങ് ടേമിന് റീഫൈനാൻസ് റിസ്ക് കുറവാ, ഇല്ല. ഷോർട്ട് ടേം എന്ന് പറയുമ്പോൾ പിന്നെ റീഫൈനാൻസ് റിസ്ക് വരികയാണ്. റീഫൈനാൻസ് റിസ്ക് ഇൻക്രീസ് ആവും. ഈ ഒരു സ്വിച്ചിങ്ങിൽ റീഫൈനാൻസ് റിസ്ക് ഇൻക്രീസ് ആവും. ഇനി ഇൻട്രസ്റ്റ് റേറ്റ് റിസ്കിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് ഇപ്പൊ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല. നമുക്ക് ലാസ്റ്റ് പഠിക്കാനുള്ള മൊഡ്യൂളാണ് റിസ്ക് മാനേജ്മെന്റിലെ ഇൻട്രസ്റ്റ് റേറ്റിന്റെ റിസ്ക്. അപ്പൊ നിങ്ങൾ പഠിക്കും ഇൻട്രസ്റ്റ് റേറ്റ് മാറുന്നത് കൊണ്ടുള്ള റിസ്ക് ഇല്ലേ, ആ റിസ്ക് ഏതിനാണുള്ളത്? നിങ്ങളുടെ മനസ്സിലേക്ക് ഇപ്പൊ വന്നിട്ടുണ്ടാവുക വേരിയബിൾ റേറ്റ് ഇല്ലേ, ആ വേരിയബിൾ റേറ്റിൽ മാത്രമേ ഇൻട്രസ്റ്റ് റേറ്റിന് റിസ്ക് ഉള്ളൂ എന്നാണ്. ഇൻട്രസ്റ്റ് റേറ്റ് മാറുമ്പോൾ വേരിയബിൾ റേറ്റ് ഇങ്ങനെ മാറുന്നില്ല. വേരിയബിൾ റേറ്റിൽ മാത്രമല്ല ഇൻട്രസ്റ്റ് റേറ്റിന് റിസ്ക് ഉള്ളത്, ഫിക്സഡ് റേറ്റ് ഇല്ലേ, ഫിക്സഡ് റേറ്റിൽ ഇൻട്രസ്റ്റ് റേറ്റിന് റിസ്ക് ഉണ്ട്. കാരണം നമ്മൾ ഫിക്സഡ് കൊടുക്കണം. മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണെങ്കിലും നമ്മൾ ഫിക്സഡ് കൊടുത്താൽ മതി, കുറവ് കൊടുത്താൽ മതി, അത് ലാഭമാണ്. മാർക്കറ്റിൽ ഇൻട്രസ്റ്റ് റേറ്റ് അങ്ങനെ കുറഞ്ഞാലോ, അവിടെയും നമ്മൾ ഫിക്സഡ് കൂടുതൽ കൊടുക്കണ്ടേ. അപ്പൊ മാർക്കറ്റിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുകയോ കുറയോ എന്നുള്ളത് ഫിക്സഡ് റേറ്റ് ആണെങ്കിലും വേരിയബിൾ റേറ്റ് ആണെങ്കിലും ഉള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് ഈ ഇപ്പൊ പറഞ്ഞ ചേഞ്ച് ഇല്ലേ, ലോങ് ടേമിൽ നിന്ന് ഷോർട്ട് ടേമിലേക്ക് ഫിക്സഡ് റേറ്റ് വേരിയബിൾ റേറ്റിലേക്കുള്ള ചേഞ്ച്, ആ ചേഞ്ച് കാരണം ഇൻട്രസ്റ്റ് റേറ്റിന്റെ റിസ്ക് ഇല്ലേ, അതിനൊരു മാറ്റമില്ല. അവിടെയും ഇൻട്രസ്റ്റ് റേറ്റിന്റെ റിസ്ക് ഉണ്ട്, ഇവിടെയും ഇൻട്രസ്റ്റ് റേറ്റിന്റെ റിസ്ക് ഉണ്ട്. രണ്ട് ഓപ്ഷനിലും ഇൻട്രസ്റ്റ് റേറ്റിന്റെ റിസ്ക് ഉണ്ട്. അതുകൊണ്ട് നോ ചേഞ്ച്. ഇൻട്രസ്റ്റ് റേറ്റിന്റെ റിസ്കിന് ഒരു ചേഞ്ച് ഇല്ല. ഇപ്പൊ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് റേറ്റിന്റെ റിസ്ക് എന്ന് പറയുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല. മനസ്സിലാക്കണ്ട, നമുക്ക് എവിടെ പഠിക്കും? നിങ്ങൾ ഇനി റിസ്ക് മാനേജ്മെന്റ് ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ടാണല്ലോ നിങ്ങൾ FM-ന്റെ എക്സാം എഴുതുന്നത്. ആ സമയത്ത് നിങ്ങൾക്ക് കിട്ടും ഇത്. ഓക്കെ, ഇനി ഓവർ ക്യാപിറ്റലൈസേഷൻ റിസ്ക്. ഓവർ ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരുപാട് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അണ്ടർ ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ കുറഞ്ഞു പോകുന്നു. ഓവർ ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഇൻവെസ്റ്റ്മെന്റ് പോളിസിയാണ്. ഇൻവെസ്റ്റ്മെന്റ് പോളിസിനെ റിലേറ്റ് ചെയ്തിട്ടാ നമ്മളിവിടെ ഫൈനാൻസിങ് പോളിസിന്റെ മുകളിലുള്ള ഇമ്പാക്ട് അല്ലേ പറയുന്നത്. ഫൈനാൻസിങ് പോളിസിന്റെ ചേഞ്ച് അല്ലേ പറയുന്നത്. ഇതിലും നോ ചേഞ്ച്. ഇവിടെ ഇരുന്നില്ല. ഇത് കാരണം ഈ സംഭവത്തിനൊന്നുമില്ല.
ഓവർ ക്യാപിറ്റലൈസേഷൻ കാരണം വരുന്ന റിസ്കിനും ഒരു ഇതുമില്ല. ഓക്കെ, അപ്പൊ എത്രത്തോളം ഫണ്ട് ഓവർ ക്യാപിറ്റലൈസേഷൻ റിസ്ക് വരുന്നത് എന്താണ്, നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് പോളിസി മാറുന്നതിനനുസരിച്ച് അവിടെ ഫൈനാൻസിങ് പോളിസിയാണ് മാറുന്നത്, അവിടെയും ഒരു ഇമ്പാക്റ്റും ഇല്ല. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ നമ്പർ 72 നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 73 എന്ന് നോക്കാം നമുക്ക്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് is an advantage of implementing just-in-time inventory management? JIT ഇൻവെന്ററി മാനേജ്മെന്റ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്നാണ്. എന്താണ് അഡ്വാൻറ്റേജ്? ഫസ്റ്റ് ഇതിൽ ഏതാണ് ഒരു അഡ്വാൻറ്റേജ് ഉള്ളൂ കേട്ടോ. ക്വാളിറ്റി കൺട്രോൾ കോസ്റ്റ് വിൽ ബി എലിമിനേറ്റഡ്. ക്വാളിറ്റി കൺട്രോളിന്റെ കോസ്റ്റ്, ഇത് ക്വാളിറ്റി എൻഷുർ ചെയ്യുന്നതിന്റെ കോസ്റ്റ് ഇല്ലേ, അത് എലിമിനേറ്റ് ആവുന്നതാണ്. ഉള്ളതാണോ? ജസ്റ്റ് ഇൻ ടൈം എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്, ആവശ്യമുള്ള സാധനങ്ങൾ അതുപോലെ ഉണ്ടാക്കുകയാണ്. ഇവിടെ നമ്മൾ ക്വാളിറ്റി നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ റോ മെറ്റീരിയൽസ് ഒക്കെ ആണെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ക്വാളിറ്റി കൊണ്ടുവരിക എന്നുള്ളതല്ല. ബഫർ ഇൻവെന്ററി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ട്, മിനിമം ഇൻവെന്ററി മെയിൻറ്റെയിൻ ചെയ്തിട്ട് നമ്മളിങ്ങനെ യൂസ് ചെയ്യുമ്പോൾ ക്വാളിറ്റി ഇല്ലാത്തതാണെങ്കിൽ ഒഴിവാക്കുക. ആ പരിപാടി ഒന്നും ഇവിടെ നടക്കൂല. നമ്മൾ സപ്ലൈ എടുത്ത് വാങ്ങിക്കുന്ന സമയത്തെ നമ്മൾ എപ്പോഴും നോക്കുന്ന ഒരു കാര്യം എന്താ അറിയോ, റോ മെറ്റീരിയൽസ് ആണോ ബെസ്റ്റ് ക്വാളിറ്റി വേണം. കാരണം എന്താ വെച്ചാൽ നമ്മൾ ആവശ്യമുള്ള സാധനം മാത്രമേ ഇവിടെ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പൊ ആവശ്യമുള്ള സാധനം മാത്രം യൂസ് ചെയ്തിട്ട് പ്രൊഡക്ഷൻ ചെയ്യുന്ന സമയത്ത് അഥവാ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്താൽ നമ്മുടെ പ്രൊഡക്ഷൻ അവിടെ എഫക്റ്റഡ് ആകും. അപ്പോൾ പ്രൊഡക്ഷൻ ഒരിക്കലും എഫക്റ്റഡ് ആവാൻ പാടില്ല. കാരണം നമുക്ക് ഇവിടെ സേഫ്റ്റിക്കായിട്ട് വേറെ സേഫ്റ്റി ഇൻവെന്ററി അല്ലെങ്കിൽ ബഫർ ഇൻവെന്ററി ഒന്നും നമ്മൾ കീപ്പ് ചെയ്യുന്നില്ല. അങ്ങനെയാണ് JITയിൽ JITയിൽ അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യുന്നത് പറ്റില്ല. അപ്പൊ ക്വാളിറ്റി നമ്മൾ നല്ല രീതിയിൽ നോക്കുന്നത് കൊണ്ട് തന്നെ ക്വാളിറ്റി കൺട്രോൾ ചെയ്യുന്ന കോസ്റ്റ് എലിമിനേറ്റ് ആവില്ല. ക്വാളിറ്റി കൺട്രോൾ കോസ്റ്റ് ഹൈ ആവുമായിരിക്കും. ഓക്കെ, അപ്പൊ ഇത് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയാനേ പറ്റില്ല. ക്വാളിറ്റി കൺട്രോൾ കോസ്റ്റ് കൂടാണ്, ഇതൊരു അഡ്വാൻറ്റേജ് അല്ല. ഏതാണ് അഡ്വാൻറ്റേജ് എന്ന് ചോദിച്ചു. മന്ത്ലി ഫൈനാൻസ് കോസ്റ്റ് ഇൻകറിംഗ് ഹോൾഡിംഗ് കോസ്റ്റ് വിൽ ബി കെപ്റ്റ് കോൺസ്റ്റന്റ്. അതായത് ഇൻവെന്ററി ഹോൾഡ് ചെയ്യുന്നതുകൊണ്ട് വരുന്ന ഫൈനാൻസ് കോസ്റ്റ് ഉണ്ടല്ലോ, നമ്മൾ ഇൻവെന്ററി ഹോൾഡ് ചെയ്യുന്നതുകൊണ്ട് വരുന്ന ഫൈനാൻസ് കോസ്റ്റ് കോൺസ്റ്റന്റ് ആവുന്നു. അങ്ങനെയാണോ ഇവിടെ വരുന്നത്? ഇൻവെന്ററി ഹോൾഡേ ചെയ്യുന്നില്ല എന്നാണ് JITയിൽ ഇൻവെന്ററി ഹോൾഡേ ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഹോൾഡ് ചെയ്യുന്നതുകൊണ്ടുള്ള ഫൈനാൻസ് കോസ്റ്റും വരില്ല എന്നാണ്. ഇവിടെ കോൺസ്റ്റന്റ് ആക്കാന്നാ പറയുന്നത്. അതൊരിക്കലും JITന്റെ ഒരു അഡ്വാൻറ്റേജ് അല്ല. JITയിലുള്ള അല്ലത്. അടുത്തത്, ദ ഫ്രീക്വൻസി ഓഫ് റോ മെറ്റീരിയൽ ഡെലിവറീസ് ഇസ് റെഡ്യൂസ്ഡ്. അതായത് റോ മെറ്റീരിയൽ ഇങ്ങനെ ഡെലിവർ ചെയ്യുന്നില്ലേ, എത്ര തവണ ഡെലിവർ ചെയ്യുന്നു എന്നുള്ള ഫ്രീക്വൻസി, നമ്പർ ഓഫ് ടൈംസ് കുറയുന്നല്ല കൂടുന്നതാണ്. ഓക്കെ, നമ്പർ ഓഫ് ടൈംസ് ഇൻവെന്ററി ഇങ്ങോട്ടേക്ക് ഡെലിവർ ചെയ്യുന്ന നമ്പർ ഓഫ് ടൈംസ് കൂടും. അത് കൂടും എന്നുള്ളത് ശരി, സത്യം പറഞ്ഞാൽ അഡ്വാൻറ്റേജ് ആയിട്ട് പറയാൻ പറ്റുന്നതല്ല, ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയാൻ പറ്റുന്ന. അപ്പൊ JITയിൽ സത്യം പറഞ്ഞാൽ നമ്പർ ഓഫ് ഡെലിവറീസ് കൂടുക ചെയ്യുന്നത്. ഓക്കെ, അതും അഡ്വാൻറ്റേജ് അല്ല. അടുത്ത്, ദ എമൗണ്ട് ഓഫ് ഒബ്സലീറ്റ് ഇൻവെന്ററി വിൽ ബി മിനിമൈസ്ഡ്. ഈ ഒബ്സലീറ്റ് ഇൻവെന്ററി എപ്പോഴാണ് ഉണ്ടാവുന്നത്? ഇൻവെന്ററി കേടുവന്ന് പോകുന്നത് എപ്പോഴാണ്? നമ്മൾ നല്ല ക്വാളിറ്റി ഇൻവെന്ററി ആണ് വാങ്ങിച്ച് ഇവിടെ വെക്കുന്നത്. അപ്പൊ ഇൻവെന്ററി നമ്മളിവിടെ ഹോൾഡേ ചെയ്യുന്നില്ല, നല്ല ക്വാളിറ്റി ഇൻവെന്ററിയാണ് വാങ്ങിക്കുന്നത്. അതന്നെ കേടൊന്നും വരാത്തെങ്കിൽ ഒബ്സലീറ്റ് ഒന്നും തീരെ ആവാൻ ചാൻസ് ഇല്ലാത്ത ഇൻവെന്ററിയാണ് നമ്മൾ വാങ്ങിക്കുന്നത്. അപ്പൊ നമുക്കിവിടെ ഒബ്സലീറ്റ് ഇൻവെന്ററി ഉണ്ടാവുകയില്ല JITയിൽ. ആൻഡ് ഓൾസോ നമ്മളിവിടെ ഹോൾഡും ചെയ്യുന്നില്ല. ഈ ഹോൾഡ് ചെയ്യുമ്പോഴാണ് ഇൻവെന്ററി എന്ത് ചെയ്യുന്നത്, ഇവിടെ ഹോൾഡ് ഒക്കെ ചെയ്ത് അത് അവിടെ നിന്നിട്ട് ഇവിടെ കീപ്പ് ചെയ്ത് അത് ഇവിടെ നിൽക്കുമ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ഒബ്സലീറ്റ് ആയി പോകുന്നത്. JITയിൽ അങ്ങനെ ഹോൾഡ് ചെയ്യാത്തത് കൊണ്ട് ഒബ്സലീറ്റ് ഇൻവെന്ററിയുടെ ചാൻസ് തീരെ ഇല്ല. അത് നമുക്ക് JITന്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇത് ഒബ്സലീറ്റ് ഇൻവെന്ററിയുടെ എമൗണ്ട് കുറയും എന്നുള്ളത് JITന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ദാറ്റ്സ് ഇറ്റ്. അപ്പൊ 73 നമ്മൾ ചെയ്തു. നമുക്കിനി 74 ചെയ്യാം. ഇതൊക്കെ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എക്സോസ്റ്റഡ് ആവുന്നുണ്ടെങ്കിൽ യു ക്യാൻ പൗസ്, ഒരു ചെറിയ ടീ ബ്രേക്ക് ഒക്കെ എടുത്തിട്ട് കാണാം. ഓൾസോ നിങ്ങൾ എന്താണ് ഞാൻ കാണുന്നത് അല്ലെങ്കിൽ ഞാൻ പറയുന്നത് അതുപോലെ ഇങ്ങനെ കണ്ടിന്യൂസ്ലി എന്ത് ചെയ്യരുത്, കണ്ട് ഇങ്ങനെ പോകരുത്. നിങ്ങൾ എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് ഇത് പൗസ് ചെയ്ത് നിങ്ങൾ ചെയ്തിട്ട് വേണം ഇത് കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, അടുത്ത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻസ്ട്രുമെന്റ്സ് ഷുഡ് ദേവ് കമ്പനി ഇഷ്യൂ? പല ഇൻസ്ട്രുമെന്റ്സ് കമ്പനീസിന് ഇഷ്യൂ ചെയ്യാലോ, ഫണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ ഏത് ഇഷ്യൂ ചെയ്യണം എന്നാണ്. നമുക്ക് സിനാരിയോ വായിക്കാം. ദേവ് കമ്പനി ഇസ് എ ലാർജ് മൾട്ടിനാഷണൽ കമ്പനി, ഒരു വലിയ കമ്പനിയാണ്. വിച്ച് എക്സ്പെക്ട്, ആ കമ്പനി എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, ഇനി ഫ്യൂച്ചറിലേക്ക് എന്തോ ഒരു കാര്യം എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. എന്താണ്? 10 മില്യന്റെ ക്യാഷ് ഡെഫിസിറ്റ്. ക്യാഷിന്റെ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു 10 മില്യന്റെ ക്യാഷിന്റെ ഷോർട്ടേജ്. അതെങ്ങനെയാ? 1 month's ടൈം. 1 month's ടൈം ഇപ്പൊ കറന്റ് 10 മന്തിന്റെ ക്യാഷ് ഷോർട്ടേജ് എന്നല്ല പറയുന്നത്, ഒരു മാസം കഴിഞ്ഞിട്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ട്
ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് 10 മില്യന്റെ ഡെഫിസിറ്റ്. ഓക്കെ, ഇതാണ് നൗ 1 മന്ത്, ഒരു മാസം കഴിയുമ്പോൾ 10 മില്യന്റെ ഡെഫിസിറ്റ് ഉണ്ടാകും. 10 മില്യന്റെ ഡെഫിസിറ്റ് എന്ന് പറയുമ്പോൾ 10 മില്യന്റെ റിക്വയർമെന്റ് ഉണ്ട്. 10 മില്യന്റെ ഫണ്ട് റിക്വയർമെന്റ് ഉണ്ട്. ഇപ്പൊ ഒരു മാസം കഴിഞ്ഞിട്ട് എനിക്ക് 10 മില്യൺ വേണം എന്നാ പറയുന്നത്. ആ 10 മില്യൺ എത്ര സമയത്തേക്കാ? ഈ ഡെഫിസിറ്റ് ഈസ് എക്സ്പെക്ടഡ് ടു ലാസ്റ്റ്. ഇപ്പൊ 10 മില്യന്റെ ഒരു ആവശ്യം ഉണ്ടല്ലോ, അത് എത്ര കാലത്തേക്ക് വേണ്ടി വരുള്ളൂ? നോ മോർ ദാൻ 2 months. ഒരു മാസം കഴിഞ്ഞിട്ട് എനിക്ക് 10 മില്യന്റെ ഡെഫിസിറ്റ് വരില്ലേ? അത് എനിക്ക് ഷോർട്ട് ടേമിലേക്കാണ് ആ ആവശ്യം വരുന്നത്. ഒരു 2 monthsലേക്കേ ആവശ്യമുള്ളൂ. ആ 2 months കഴിഞ്ഞാൽ പിന്നെ ആ ഒരു 10 മില്യന്റെ ആവശ്യമൊന്നുമില്ല. ഇതൊരു 2 monthsലേക്കുള്ള ഒരു ഡെഫിസിറ്റ് ആണ്. അപ്പൊ ഷോർട്ട് ടേമിലേക്കാണ് പൈസയ്ക്ക് ഷോർട്ടേജ് വരുന്നത് ആവശ്യമുള്ളത്. ഷോർട്ട് ടേമിലേക്കാണ് പൈസയ്ക്ക് ആവശ്യമുള്ളത്. ദേവ് കമ്പനി വിഷസ് ടു റിസോൾവ് ഇറ്റ്സ് ഷോർട്ട് ടേം ലിക്വിഡിറ്റി. ഈ ഷോർട്ട് ടേം ലിക്വിഡിറ്റി പ്രോബ്ലം എന്താണ്, എങ്ങനെ റിസോൾവ് ചെയ്യാനാ പറയുന്നത്? ഇപ്പോഴേ ഇഷ്യൂ ചെയ്യാണ് ഒരു ഇൻസ്ട്രുമെന്റ്. ഇത് ഇപ്പോഴേ നമ്മൾ എന്ത് ചെയ്യാണ്, ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് വി ആർ ഇഷ്യൂയിങ് ആൻ ഇൻസ്ട്രുമെന്റ് നൗ. നമ്മളിപ്പോ ഒരു ഇൻസ്ട്രുമെന്റ് എന്ത് ചെയ്യാണ്, ഇഷ്യൂ ചെയ്യാണ്. അത് ഏതാണ് ഇഷ്യൂ ചെയ്യേണ്ടത്? ഇഷ്യൂ ചെയ്യേണ്ടത് ഏതാണ്? ഓരോ ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യം കൊമേഴ്ഷ്യൽ പേപ്പർ എന്ന് പറയും. ഈ കൊമേഴ്ഷ്യൽ പേപ്പറിനെ കുറിച്ചിട്ട് നിങ്ങൾ അങ്ങനെ പഠിച്ചിട്ടുണ്ടായിരിക്കില്ല, ഞാൻ പറയാം. കൊമേഴ്ഷ്യൽ പേപ്പർ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഷോർട്ട് ടേം ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ് ആണ്. ഷോർട്ട് ടേം ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ് ആണ്. ഷോർട്ട് ടേം ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? എനിക്കിപ്പോ ഷോർട്ട് ടേമിലേക്ക് ഒരു ഡെപ്റ്റ് ഇഷ്യൂ ചെയ്യണം. നോർമലി നമ്മൾ ഡെപ്റ്റ് ഇഷ്യൂ ചെയ്യണമെങ്കിൽ നമ്മൾ ലോങ് നോട്ട്സ് ഇഷ്യൂ ചെയ്യും. ലോങ് നോട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ? കോർപ്പറേറ്റ് ലോൺ നോട്ട്സ് ഉണ്ട്. കോർപ്പറേറ്റ് ലോൺ നോട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ? ലോങ് ടേം ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ്സ് ആണ്. ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? കമ്പനിയുടെ ഒരു ഡോക്യുമെന്റാ, ഒരു ഇൻസ്ട്രുമെന്റാ. കമ്പനി ഇഷ്യൂ ചെയ്യുന്ന കമ്പനിയുടെ പേരിലുള്ള ഇൻസ്ട്രുമെന്റാ. ഇത് ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റാ. ഈ ഇൻസ്ട്രുമെന്റ് ഞാൻ ഇഷ്യൂ ചെയ്യുന്നു. ഈ ഇൻസ്ട്രുമെന്റ് ഞാൻ എന്ത് ചെയ്യുന്നു? ഈ സർട്ടിഫിക്കറ്റ്, ഈ ഇൻസ്ട്രുമെന്റ് ഞാൻ എന്ത് ചെയ്യുന്നു? ഇഷ്യൂ ചെയ്യുന്നു. ഇത് വാങ്ങിക്കുന്ന ഒരാളുടെ ആയിരിക്കില്ലേ? ഈ ഡോക്യുമെന്റിന് ഈ ഇഷ്യൂ ചെയ്യുന്ന എത്രയാണോ അതിന് ആ പൈസ എനിക്ക് തരണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്? ഡെപ്റ്റ് ത്രൂ ഫണ്ട് റേസ് ചെയ്യാണ്. ഈ ഇൻസ്ട്രുമെന്റ് ഉള്ള ആൾക്ക് ഞാൻ എന്ത് കൊടുക്കണം എന്നറിയോ? തിരിച്ചങ്ങോട്ടേക്ക് ഇൻട്രസ്റ്റ് കൊടുക്കണം. അപ്പോൾ ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നത് മാത്രമല്ല, നമ്മുടെ ഇങ്ങനത്തെ ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ്സ് ഇഷ്യൂ ചെയ്തിട്ട്, നമ്മുടെ കമ്പനിയിലുള്ള ഇങ്ങനത്തെ ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ്സ് ഇഷ്യൂ ചെയ്തിട്ട് അതിന് അഗേൻസ്റ്റ് ഫണ്ട് റേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ കൊമേഴ്ഷ്യൽ പേപ്പർ പറഞ്ഞിട്ടുണ്ട്. ഷോർട്ട് ടേമിലേക്കാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ് ചെയ്യുന്നത്. ഷോർട്ട് ടേമിലേക്ക് എന്ന് പറയുമ്പോൾ 1 മാസത്തേക്ക്, 2 മാസത്തേക്ക്, 6 മാസത്തേക്ക്, അങ്ങനെ ഷോർട്ട് പീരീഡിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു? ഒരാൾ വന്നു, എന്റെ കൊമേഴ്ഷ്യൽ പേപ്പർ വാങ്ങിക്കുക. എന്റെ കമ്പനിയുടെ അടുത്ത് കൊമേഴ്ഷ്യൽ പേപ്പർ ഉണ്ട്, ലോൺ നോട്ട്സ് ഉണ്ട്. ഈ കൊമേഴ്ഷ്യൽ പേപ്പർ ഞാൻ ഇഷ്യൂ ചെയ്യുന്നത് ഷോർട്ട് ടേമിലേക്കാണ്. ലോൺ നോട്ട്സ് ഞാൻ ഇഷ്യൂ ചെയ്യുന്നതോ ലോങ് ടേമിലേക്കാ. 1 വർഷം, 5 വർഷം, 10 വർഷം, അങ്ങനെ ലോങ് ടേമിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ലോങ് ടേമിലേക്കാണ് ലോൺ നോട്ട്സ് ഇഷ്യൂ ചെയ്യുന്നത്. നമുക്കിവിടെ ഇപ്പൊ ഇഷ്യൂ ചെയ്യണം എന്നാ പറയുന്നത്. ഇപ്പോ നമ്മൾ എന്തെങ്കിലും ഇഷ്യൂ ചെയ്തിട്ട് ഇഷ്യൂ 1 ഇഷ്യൂ എനി ഇൻസ്ട്രുമെന്റ് നൗ ആൻഡ് റിസീവ് ഫണ്ട്. അത് ഏതാണെന്നാണ്. നമ്മൾ ഇപ്പൊ ഇഷ്യൂ ചെയ്തിട്ട് പൈസ എടുക്കണം. ഓക്കെ, അപ്പോൾ ഏതാണ് നമ്മൾ ഇഷ്യൂ ചെയ്യേണ്ടത്? നമുക്ക് ഷോർട്ട് ടേമിലേക്കല്ലേ ഫണ്ടിന്റെ ആവശ്യം? ഒരുപാട് കാലത്തേക്ക് ഫണ്ടിന്റെ ആവശ്യമുണ്ടോ? ഈ ഒരു മാസത്തിലാണ് എനിക്ക് എന്ത് വരുന്നത്? ഈ ഒരു മാസത്തിലേക്കാണ് എനിക്ക് ഡെഫിസിറ്റ് വരുന്നത്. അപ്പൊ ആ ഡെഫിസിറ്റിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് 1 മാസത്തേക്ക് ഫണ്ട് മതി. എന്നിട്ട് ആ ഫണ്ട് അവിടെ യൂസ് ചെയ്തിട്ട് ഒരു 2 മാസം, പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ടൊരു 2 months കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എനിക്ക് ഈ ഡെഫിസിറ്റിന്റെ ആവശ്യം കഴിഞ്ഞും ചെയ്തു. അപ്പൊ എനിക്ക് ഫണ്ടിന്റെ ആവശ്യം കഴിയുന്ന സമയത്ത് എനിക്ക് എന്ത് ചെയ്യണം? ഞാനിപ്പോ എടുത്ത ഫൈനാൻസിങ് എന്ത് ചെയ്യണം? തിരിച്ചു വാങ്ങിക്കുകയും വേണം. ഇനി തിരിച്ച് ആ ഫണ്ട് ഇങ്ങനെ എത്ര കാലം ഞാൻ ഉപയോഗിക്കുന്നു അത്രയും കാലം ഞാൻ ഇൻട്രസ്റ്റ് എടുക്കണ്ടേ? അപ്പൊ അത് വേണ്ട. എനിക്ക് എത്ര കാലത്തേക്കാണ് ആവശ്യം അത്ര കാലത്തേക്ക് യൂസ് ചെയ്താൽ മതി. അപ്പൊ എനിക്കിവിടെ ആവശ്യമുള്ളത് ഷോർട്ട് ടേമിലേക്കാണ്. എനിക്കിവിടെ ക്യാഷിന്റെ ആവശ്യമുണ്ടല്ലോ, 10 മില്യൺ ക്യാഷിന്റെ ആവശ്യമില്ലേ? ആ 10 മില്യൺ ക്യാഷിന്റെ ആവശ്യമുള്ളത് ഷോർട്ട് ടേം റിക്വയർമെന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഷോർട്ട് ടേം റിക്വയർമെന്റ് ആയതുകൊണ്ട് തന്നെ
എന്ത് ഫൈനാൻസ് ചെയ്യണം? ഷോർട്ട് ടേം റിക്വയർമെന്റ് ആയതുകൊണ്ട് തന്നെ ഷോർട്ട് ടേം ഫൈനാൻസ് ചെയ്യണം. ഷോർട്ട് ടേം ഫൈനാൻസ് ചെയ്യണം. ഷോർട്ട് ടേം ഫൈനാൻസ് ചെയ്യണം. അപ്പോൾ ഇവിടുത്തെ ഷോർട്ട് ടേം ഫൈനാൻസ് ഏതാ? നമുക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റുന്ന ഷോർട്ട് ടേം ഫൈനാൻസ് ഏതാ? കൊമേഴ്ഷ്യൽ പേപ്പർ ആണ് ഷോർട്ട് ടേം ഫൈനാൻസ്. പിന്നെ ഇവിടെ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ഫ്യൂച്ചറിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് റിസ്ക് മാനേജ്മെന്റിൽ പഠിക്കുന്ന. ഇൻട്രസ്റ്റ് റേറ്റ് ഫ്യൂച്ചറിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ഫണ്ട് റേസ് ചെയ്യാനേ അല്ല. ഇൻട്രസ്റ്റ് റേറ്റിന്റെ ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത് ഫണ്ട് റേസ് ചെയ്യാനുള്ളതല്ല. ഇത് ഇൻട്രസ്റ്റ് റേറ്റിന്റെ റിസ്കിനെ ഹെഡ്ജ് ചെയ്യാൻ, ഈ റിസ്കിനെ മിറ്റിഗേറ്റ് ചെയ്യാനുള്ള ഒരു 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 ഡെറിവേറ്റീവ് ആണ് ഇൻട്രസ്റ്റ് റേറ്റ് ഫ്യൂച്ചർ. ഇതൊരിക്കലും എന്തല്ല, ഇതൊരു സോഴ്സ് ഓഫ് ഫൈനാൻസേ അല്ല. ഇൻട്രസ്റ്റ് റേറ്റ് ഫ്യൂച്ചർ എന്തല്ല, സോഴ്സ് ഓഫ് ഫൈനാൻസേ അല്ല. കോർപ്പറേറ്റ് ലോൺ നോട്ട്സ് എന്തുകൊണ്ടല്ലാത്തത്? കോർപ്പറേറ്റ് ലോൺ നോട്ട്സ് എന്ന് പറയുന്നത് സോഴ്സ് ഓഫ് ഫൈനാൻസ് ആണ്. ഫൈനാൻസ് ചെയ്യാനുള്ള ഒരു സോഴ്സ് ആണ്. ലോൺ നോട്ട്സ് ഇഷ്യൂ ചെയ്താൽ പൈസ കിട്ടും. ബട്ട് അത് ലോങ് ടേം സോഴ്സ് ഓഫ് ഫൈനാൻസ് ആണ്. ലോങ് ടേമിന്റെ എനിക്കിപ്പോൾ ഇവിടെ ഈ 10 മില്യൺ ലോങ് ടേമിലേക്കാണ് ആവശ്യമുള്ളത്. ഈ 10 മില്യൺ ലോങ് ടേമിലേക്കാണ്, ഒരു 5 വർഷത്തേക്കാണ് ആവശ്യമുള്ളതെങ്കിൽ എനിക്ക് ലോൺ നോട്ട്സ് ഇഷ്യൂ ചെയ്താൽ മതി. ബട്ട് ഇത് ഈ 10 മില്യൺ എനിക്ക് കുറച്ച് സമയത്തേക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ലോൺ നോട്ട്സ് അല്ല വേണ്ടത്. ഇനി ട്രഷറി ബിൽസ് ഉണ്ട്. ട്രഷറി ബിൽസ് എന്ന് പറഞ്ഞാൽ എന്താ? ട്രഷറി ബിൽസ് എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ് ആണ്. ഗവൺമെന്റിന്റെ ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ്. ആ ട്രഷറി ബില്ല് എനിക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റും? ഗവൺമെന്റിന്റെ ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ് എങ്ങനെ ഞാൻ ഇഷ്യൂ ചെയ്യാം? എനിക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. അത് ഗവൺമെന്റ് ഇഷ്യൂ ചെയ്തിട്ട് ഗവൺമെന്റ് ഫണ്ട് റേസ് ചെയ്യാണ്. അപ്പൊ ട്രഷറി ബിൽസ് എനിക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. കമ്പനിക്ക് ട്രഷറി ബിൽസ് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. ബട്ട് കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ട്രഷറി ബിൽസ് വാങ്ങിക്കാൻ പറ്റും. ഗവൺമെന്റിന്റെ ട്രഷറി ബിൽസ് വാങ്ങിക്കാം, പൈസ കൊടുത്തിട്ട് വാങ്ങിക്കാം. ആ പൈസ കൊടുക്കും ഞാനിപ്പോ. പൈസ എപ്പോഴാണ് ഞാൻ കൊടുക്കുക? എൻ്റെ അടുത്ത് പൈസ എക്സ്ട്രാ ഉണ്ടാവുമ്പോഴല്ലേ. ഇവിടെ എനിക്ക് ക്യാഷ് ഡെഫിസിറ്റ് ആണോ ക്യാഷ് സർപ്ലസ് ആണോ? ഈ ഒരു മാസത്തിൽ ക്യാഷ് ഡെഫിസിറ്റ് അല്ലേ. ക്യാഷ് ഡെഫിസിറ്റ് ചെയ്യുമ്പോൾ ഞാൻ ബോറോ ചെയ്യേണ്ടത്. ബോറോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കൊമേഴ്ഷ്യൽ പേപ്പർ ഇഷ്യൂ ചെയ്യാന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. ഇവിടെ ഷോർട്ട് ടേമിലേക്കാണ് എനിക്ക് ബോറോ ചെയ്യേണ്ടത്. ഷോർട്ട് ടേമിലേക്ക് ബോറോ ചെയ്യാൻ കൊമേഴ്ഷ്യൽ പേപ്പർ എന്ത് ചെയ്യാം? ഇഷ്യൂ ചെയ്യാം. അല്ലാതെ ട്രഷറി ബിൽസ് ഇഷ്യൂ ചെയ്യാന്ന് പറയുമ്പോൾ ട്രഷറി ബിൽസ് എനിക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഐ കാൺട്ട് ഇഷ്യൂ, അല്ലെങ്കിൽ എ കമ്പനി കാൺട്ട് ഇഷ്യൂ ദിസ്. ഏത്? ട്രഷറി ബിൽസ് ഒരു കമ്പനിക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. ഗവൺമെന്റ് ആണ് ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇതിന്റെ ആൻസർ വരുന്നത്. 74 ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു വീഡിയോയില് ഇത്ര ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, ഇത്ര ക്വസ്റ്റ്യൻസ് മതി നമുക്ക്. ഓക്കെ, ഇത് കഴിഞ്ഞ് നമുക്ക് വെരി നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ എന്ത് ചെയ്യാം, ഇതിന്റെ ബാക്കിയും ഞാൻ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ.